Good afternoon. Sorry, good afternoon. Let good morning. ഹലോ മാം, ഗുഡ് മോർണിംഗ് മാം. ജോബ് സാറിന്റെ ക്ലാസ് കഴിഞ്ഞിട്ട് ആരെയാ ക്ലാസ് എടുത്ത് കേറാൻ പറ്റില്ല ക്ലാസ്സിൽ. ആരുടെ ജോബ് സാറിന്റെ ക്ലാസ് കഴിഞ്ഞിട്ടാ? ജോബ് സാറിന്റെ ക്ലാസ് മാത്രമാണ് ഉണ്ടായിരുന്നത് കൂടെ. അത് കഴിഞ്ഞിട്ട് അതെ അതെ, ജോബ് സാറിന്റെ ക്ലാസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇവിടെ ടീച്ചേഴ്സിന്റെ സെറമണി ഉണ്ടായിരുന്നുണ്ട്. 2:30 വരെയുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരുന്നില്ല. 2:30 തൊട്ട് 3:30 വരെ ജോബ് സാറിന്റെ ക്ലാസ് ആയിരുന്നു കേട്ടോ. കണ്ടില്ല. എല്ലാവരോടും പ്രത്യേകം താങ്ക്സ് പറയാണ്. ഇന്നലെ നിങ്ങളുടെ വിഷസ് എനിക്ക് ലഭിച്ചിരുന്നു. ജയദേവ സാറാണ് കാണിച്ചു തരുന്നത്, ഗ്രൂപ്പിനകത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒത്തിരി സന്തോഷം, ഒത്തിരി താങ്ക്സ് പറയാണ്. എന്നും എനിക്കത് നിലനിർത്താൻ കഴിയട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എപ്പോഴും എല്ലാ നന്മകളും ലൈഫിൽ ഉണ്ടാവണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതിന് വേണ്ടി മാക്സിമം ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു കേട്ടോ. അപ്പോ ഒത്തിരി സന്തോഷം. എനിക്ക് എന്റെ ലൈഫിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ആയിരുന്നു അത്. ഇനി എന്തിൽ കൂടുതൽ എനിക്ക് കിട്ടാനില്ല. ഒത്തിരി സന്തോഷം കേട്ടോ. ഒത്തിരി എന്താ പറയാ, പ്രത്യേകിച്ച് ജസ്മിനിയോട് ഞാൻ പ്രത്യേകം എന്റെ സ്നേഹം അറിയിക്കാണ്. താങ്ക്സ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ഓക്കെ എല്ലാവരുടെയും വിഷസ് എനിക്ക് കിട്ടിയിരുന്നു കേട്ടോ. സാർ എനിക്ക് കാണിച്ചു തന്നിരുന്നു, ഗ്രൂപ്പിനകത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷം തോന്നി, ഒത്തിരി സന്തോഷമായി. താങ്ക്സ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം കേട്ടോ. ജിസിനിയോട് ഞാൻ പ്രത്യേകം താങ്ക്സ് അറിയിക്കുകയാണ്, റെപ്രസെന്റ് ചെയ്തുകൊണ്ട് മെസ്സേജ് ഒക്കെ അയച്ചതിന്. എന്നും എനിക്കത് നിലനിർത്താൻ കഴിയട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്സ് ആയിരുന്നു അല്ലെ, കുറച്ച് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കുറച്ചും കൂടെ അതിനായിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ ഞാൻ ഓൺ മ്യൂട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ നമ്മള് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് നമ്മളെ കഴിഞ്ഞിരുന്നു. പിന്നെ നമ്മൾ തുടങ്ങിയത് എന്തായിരുന്നു? സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. അപ്പോ സപ്പോർട്ടീവ്, ഒരു മിനിറ്റ് സൗണ്ട് കൂട്ടിയിട്ട്. സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റില് എനിക്ക് തോന്നുന്നു അന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അവസാനിക്കുന്ന സമയത്ത് ഡൗട്ട്സ് ചോദിച്ചിരുന്നു. അപ്പൊ കുറച്ച് പേർക്ക് ഫ്ലൂറോസ്കോപ്പി ഒരു ഡൗട്ടായിട്ട് എന്നോട് ചോദിച്ചിരുന്നു. പിന്നെ അതുപോലെ ഇക്കോ എന്താണെന്ന് ചോദിച്ചിരുന്നു. എനിക്കത് ക്ലിയർ ചെയ്ത് കൊടുക്കാനുള്ളൊരു ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അന്ന് ചോദിച്ച ആളുകൾ ആരെങ്കിലും ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. കാര്യം അന്ന് ടൈം നമ്മുടെ സെഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്കത് ക്ലിയർ ചെയ്ത് കൊടുക്കാനുള്ള ടൈമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ജസ്റ്റ് അതൊന്ന് പറഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള പോർഷനിലേക്ക് കടക്കാം. ആരാണ് ചോദിച്ചാൽ എനിക്ക് ഓർമ്മയില്ല, പേര് ഞാൻ ഓർക്കുന്നില്ല. നമ്മള് അതിനകത്ത് റേഡിയോളജി എന്ന് പറയുന്ന ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു അല്ലെ. അപ്പൊ അതിനകത്ത് നമ്മൾ രണ്ടാമത് പറഞ്ഞ അതെ ജോഷി, മൂവിംഗ് ബോഡി സ്ട്രക്ചർ, ഫ്ലൂറോസ്കോപ്പി. അത് വേറെ ആരും എന്നോട് ഡൗട്ട് ചോദിച്ചിരുന്നു കേട്ടോ. ഫ്ലൂറോസ്കോപ്പി എന്ന് പറഞ്ഞ് ജോഷിനി പറഞ്ഞ പോലെ എന്താണ്, ഇറ്റ് ദ മൂവിംഗ് ബോഡി സ്ട്രക്ചേഴ്സ് ആണ് കേട്ടോ. അതായത് ശരീരത്തിന്റെ ചലിക്കുന്ന ഭാഗങ്ങളുടെ ആ ഒരു ഇമേജ് എടുക്കുന്ന ആ ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ ഫ്ലൂറോസ്കോപ്പി എന്ന് പറയുന്നത്. അതിനകത്തും ഉപയോഗിക്കുന്നത് എന്ത് തന്നെയാണ്? എക്സ്റേസ് തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അത്രയേ ഉള്ളൂ. മൂവിംഗ് ബോഡി സ്ട്രക്ചേഴ്സ് കേട്ടോ, അതിനെയാണ് നമ്മൾ ഫ്ലൂറോസ്കോപ്പി എന്ന് പറയുന്നത്. അത് റേഡിയോളജിയിൽ വരുന്ന ഒരു മെത്തേഡ് തന്നെയാണ് കേട്ടോ. ക്ലിയർ? പിന്നെ എന്താണ്, അതിന്റെ ചാപ്റ്റർ നമ്പർ 5 ആണ് കേട്ടോ. 5 ആണ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റൽ. ഇതാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അതിന്റെ ഏകദേശം അവസാനത്തില് ആവാറായി നമ്മള്. ഇനി നമുക്ക് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ കഴിയും കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. പിന്നെ എക്കോ എന്താണ് ചോദിച്ചിരുന്നു അല്ലെ. എക്കോ കാർഡിയോഗ്രാം അല്ലെ. എക്കോ കാർഡിയോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും സ്കാൻ ആണ് കേട്ടോ. സ്കാൻ ആണ്. ദാറ്റ് ഈസ് യൂസ്ഡ് ടു എന്താണ്, എന്തിനു വേണ്ടി ഉപയോഗിക്കുന്ന സ്കാൻ ആണ്? അൾട്രാസൗണ്ട്സ് യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്കാൻ ആണ്. അത് വന്നിട്ട് ഹൃദയ പരിശോധനയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രൊസീജിയർ ആണ്. കേട്ടല്ലോ.
The scan that uses the ultrasound to create the picture of the heart. കേട്ടോ, ഹാർട്ടിന്റെ മാത്രമല്ല ഹാർട്ടിന് നിയർ ബൈ ആയിട്ടുള്ള ബ്ലഡ് വെസൽസിന്റെയും ഇമേജും കൂടെ എടുക്കാനായിട്ട് സഹായിക്കുന്ന ഒരു പ്രൊസീജിയർ ആണ് എക്കോ എന്ന് പറയുന്നത്. എക്കോ കാർഡിയോ. കാർഡിയോ എന്ന് പറയുന്നത് അവിടെ ഹാർട്ട് വരുന്നുണ്ട് അല്ലെ. അപ്പൊ അവിടെ എന്താ ഉപയോഗിക്കുന്നത്? അൾട്രാസൗണ്ട് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അൾട്രാസൗണ്ട് തരംഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഹൃദയ പരിശോധന നടത്തുന്ന ഒരു സംവിധാനമാണ് എന്തെന്ന് പറയുന്നത്? എക്കോ കാർഡിയോഗ്രാം എന്ന് പറയുന്നത്. ECG അല്ല കേട്ടോ. ECG എന്ന് വെച്ചാൽ ഇലക്ട്രോ കാർഡിയോഗ്രാം ആണ്. അതിൽ ഇലക്ട്രിക്കൽ വേർഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. എക്കോ കാർഡിയോഗ്രാം എന്ന് പറയുമ്പോൾ അവിടെ അൾട്രാസൗണ്ട് വേർഡ്സ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അൾട്രാസൗണ്ട് തരംഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അത് രണ്ടും കൂടെ മാറിപ്പോകരുത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. അൾട്രാസൗണ്ട് തരംഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഹൃദയ പരിശോധന, ദാറ്റ് ഈസ് കോൾഡ് എക്കോ കാർഡിയോഗ്രാം. ക്ലിയർ ആയല്ലോ? ഫ്ലൂറോസ്കോപ്പി എന്ന് വെച്ചാൽ മൂവിംഗ് ബോഡി സ്ട്രക്ചേഴ്സിന്റെ ഇമേജ് എടുക്കുന്ന പ്രൊസീജിയർ ആണ് കേട്ടോ. ദാറ്റ് ഈസ് കോൾഡ് ഫ്ലൂറോസ്കോപ്പി. അപ്പൊ അതിന് ആരൊക്കെ ചോദിച്ചിരുന്നു. അപ്പൊ അന്നെനിക്ക് ക്ലിയർ ചെയ്യാനുള്ള ഒരു ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഞാനിന്നത് ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. കുറച്ചുകൂടി നമുക്ക് നോട്ട്സ് എഴുതാനുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് ഈ ചാപ്റ്റർ കുറച്ച് ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് എഴുതാം കേട്ടോ. നമ്മൾ അന്ന് ഇവിടെ വരെ പറഞ്ഞു നിർത്തിയത് മെഡിക്കൽ സോഷ്യൽ വർക്ക് വരെയാണോ പറഞ്ഞു നിർത്തിയത്? മെഡിക്കൽ സോഷ്യൽ വർക്ക്. ഓക്കെ, മെഡിക്കൽ സോഷ്യൽ വർക്ക് വരെ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ. അപ്പൊ നമുക്കിനി അടുത്ത ഡിപ്പാർട്ട്മെന്റ് നോക്കാം. ഡയറ്ററി മാത്രമാണോ പറഞ്ഞത്? മെഡിക്കൽ പറഞ്ഞില്ലേ? മെഡിക്കൽ സോഷ്യൽ വർക്ക് പറഞ്ഞിരുന്നല്ലോ. ഓക്കെ, പറഞ്ഞല്ലോ. ശരി. അപ്പൊ നമുക്കിന്ന് ഫിസിയോതെറാപ്പി പറയാം കേട്ടോ. ഫിസിയോതെറാപ്പി നോട്ട് പറഞ്ഞുതരാം കേട്ടോ അനുശ്രീ. നമുക്ക് ഈ ക്ലാസ് ഒന്ന് എടുത്തതിന് ശേഷം നോട്ട് പറയാം. അപ്പൊ എന്താ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ക്ലാസ്സിലെ കാര്യങ്ങൾ കേട്ടുകൊണ്ട് നിങ്ങൾക്ക് എഴുതുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാക്കാനായിട്ട് എളുപ്പമുണ്ടാവും കേട്ടോ. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പൊ നമ്മുടെ പോർഷൻസ് നമുക്ക് കുറച്ച് മുന്നോട്ട് നീക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ എഴുതി വരുമ്പോൾ പലരും എഴുതാൻ ടൈം ഒക്കെ എടുക്കും. അത്രയും ടൈം നമുക്ക് നഷ്ടപ്പെടും. ഓക്കെ, അപ്പൊ നമുക്ക് ഫിസിയോതെറാപ്പി നോക്കാം കേട്ടോ. എന്താണ് ഫിസിയോതെറാപ്പി? എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു വേർഡ് ആണ് അല്ലെ ഫിസിയോതെറാപ്പി. ജോഷ്നി മെഡിക്കൽ സോഷ്യൽ വർക്കിന്റെ നോട്ട് പറയാം കേട്ടോ. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതുവരെ? എനിക്ക് തോന്നുന്നു ഡയറക്ടറി വരെയാണ് ഞങ്ങൾക്ക് നോട്ട്സ് തന്നിരിക്കുന്നത്. മെഡിക്കൽ സോഷ്യൽ വർക്കിന്റെ നോട്ടൊക്കെ ഞാൻ ഇന്ന് പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ് ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞാല്? ഫിസിയോതെറാപ്പി ഓക്കെ, സാധ്യത മനസ്സിലായി കേട്ടോ. ഫിസിയോതെറാപ്പി നിങ്ങൾ കേട്ടിട്ടില്ലേ? സാധാരണ എന്തിനാ നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്യാം? എന്തിനായിരിക്കും ഫിസിയോതെറാപ്പി ചെയ്യാം? പറഞ്ഞോളൂ. ഫിസിയോതെറാപ്പി നമ്മൾ ചെയ്യുന്നത് പെയിൻ മാനേജ്മെന്റിനാണ് അല്ലെ. പൊതുവെ എന്താണ്? അതെ, എന്താണ് ജോബി? മൂവ്മെന്റ് ഇല്ലാത്തപ്പോ അതെ ഫങ്ഷൻസ് കറക്റ്റ് ആക്കാൻ ബോഡി ഹീലിംഗ്. രാഘവ് പറഞ്ഞത് കറക്റ്റ് ആണ്. വേദന കുറയ്ക്കാൻ കറക്റ്റ് ആണ് കേട്ടോ. എല്ലാവരും സ്ട്രോക്ക് അതെ കറക്റ്റ് ആണ്. എല്ലാവരും പറഞ്ഞത് ശരിയാണ് കേട്ടോ. നമുക്ക് പൊതുവെ പെയിൻ മാനേജ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ഫിസിയോതെറാപ്പി അതെ നോർമൽ ഫങ്ഷനിങ് ഇല്ലാതാക്കുക. അതെ കറക്റ്റ് ആണ് ദീപ. നിങ്ങൾ ഈ പറയുന്നതൊക്കെ ശരിയാണ്. നമ്മൾ പലരും ചെയ്തിട്ടുണ്ടാവും അല്ലെ. ഫിസിയോതെറാപ്പി ചെയ്തിട്ടുള്ള ആളുകളും ഉണ്ടായിരിക്കും. പൊതുവെ നമ്മൾ പെയിൻ മാനേജ്മെന്റിന് വേണ്ടിയിട്ടാണ് ഫിസിയോതെറാപ്പി ചെയ്യുന്നത്. അത് മാത്രമല്ല നമ്മളൊരു റീഹാബിലിറ്റേഷൻ ഫേസിലോട്ട് വരുമ്പോൾ, അതായത് ഒരു പുനരധിവാസ രീതിയിലോട്ട് വരുമ്പോൾ, പുനരധിവാസം എന്ന് തന്നെ പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? നോർമൽ ഫങ്ഷനിങ് ഇല്ലാതെ പോയിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും. എന്തെങ്കിലും കാരണം കൊണ്ട്, ഏതെങ്കിലും രോഗാവസ്ഥ കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇഞ്ചുറി മൂലമോ അവരുടെ നോർമൽ ഫങ്ഷനിങ് ഒക്കെ നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകളെ തിരിച്ച് അവരുടെ ലൈഫിലോട്ട് അല്ലെ ഒരു നോർമൽ ഫങ്ഷനിങ്ങിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രൊസീജിയർ കൂടിയാണ് എന്തെന്ന് പറയുന്നത്. അതെ ജോലി സ്ട്രോക്ക് ഒക്കെ നമ്മൾ ചെയ്യും അല്ലെ. അതാണ് ഫിസിയോതെറാപ്പി. അപ്പൊ പെയിൻ മാനേജ്മെന്റും ഉണ്ട്, അതോടൊപ്പം തന്നെ എന്താണ് റീഹാബിലിറ്റേഷന്റെ കൂടെ ഭാഗമായിട്ടും ഫിസിയോതെറാപ്പി ചെയ്യാറുണ്ട്. ഓക്കെ, പിന്നെ അപ്പൊ നമുക്ക് വായിക്കാം. This department aims at rehabilitation patients. ശരിയല്ലേ? അതായത് പുനരധിവാസ രോഗികളെയാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത്. ശരിയാണല്ലോ? നമ്മൾ പറയുന്നത് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ഫിസിയോതെറാപ്പി കേൾക്കുമ്പോൾ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് വിചാരിക്കരുത്. അതൊരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇനി എന്ത് സപ്പോർട്ടീവ് സേവനമാണ് അവർ ഹോസ്പിറ്റലിൽ കൊടുക്കുന്നത്? എന്താണ് പറയുന്നത്? ദിസ് ഡിപ്പാർട്ട്മെന്റ് എയിംസ് അറ്റ് റീഹാബിലിറ്റേഷൻ പേഷ്യൻസ്. പുനരധിവാസ രോഗികളിലാണ് അവർ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത്.
നോക്കൂ, മോസ്റ്റ്ലി ലിങ്ക്ഡ് ടു ദ ഓർത്തോപീഡിക്സ് ഡിപ്പാർട്ട്മെന്റ്. കൂടുതലും ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്തുമായിട്ട് കണക്റ്റഡ് ആണ്? ഓർത്തോപീഡിക്സ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് കണക്റ്റഡ് ആണ്. നമ്മൾ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനകത്ത് പറഞ്ഞു അല്ലെ, എന്താണ് ഓർത്തോപീഡിക്സ് എന്ന് പറഞ്ഞാല്? അതെ, നമ്മുടെ മസ്കുലോ സ്കെൽറ്റൽ സിസ്റ്റത്തിന് കൂടുതൽ കെയർ ഫോക്കസ് ചെയ്യുന്ന ഒരു മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ് ഓർത്തോപീഡിക്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മസ്കുലോ സ്കെൽറ്റൽ സിസ്റ്റത്തിന് കൂടുതൽ പരിചരണം കൊടുക്കുന്ന ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് ആരെന്ന് പറയുന്നത്? ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്. അപ്പൊ കൂടുതലും മോസ്റ്റ്ലി ലിങ്ക്ഡ് എന്നാണ് അവർ പറയുന്നത്. കൂടുതലും അത് ഓർത്തോപീഡിക്സ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഓർത്തോപീഡിക്സ് മാത്രമല്ലല്ലോ, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രോക്കും ഒക്കെ വരുമ്പോ ഇല്ലേ? ഉണ്ട്. ഈ പറയുന്ന ഫിസിയോതെറാപ്പി മറ്റ് പല ഡിപ്പാർട്ട്മെന്റുകളായിട്ടും കണക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഹെഡ് ഇഞ്ചുറി വന്നു, അല്ലെങ്കിൽ ഇപ്പൊ സ്ട്രോക്ക് വന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് ഈ സ്ട്രോക്ക് ഒക്കെ വരുന്നത് നാഡീ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കൊണ്ടാണ് കേട്ടോ. ഈ നാഡീ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് വന്നു കഴിഞ്ഞാല് നമ്മുടെ മൊബിലിറ്റിനെ അത് ബാധിക്കും, നമ്മുടെ ചലനശേഷിയെ അത് ബാധിക്കും. ചില ആളുകൾക്ക് എന്ത് സംഭവിക്കും? പൂർണ്ണമായിട്ടും അവർ തളർന്നു പോകും. ചില ആൾക്കാരെ ഭാഗികമായിട്ടൊക്കെ തളർന്നു പോകും. അപ്പൊ അവരെയൊക്കെ എന്ത് ചെയ്യണം? നോർമൽ ഫംഗ്ഷനിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഫിസിയോതെറാപ്പിയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ പലർക്കും ഒരു തോന്നലാണ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത് ആയുർവേദമായിട്ട് വല്ല കണക്ഷൻ ഉണ്ട്. ശരിക്കും അത് ആയുർവേദത്തിന്റെ ഒരു ഭാഗമല്ല കേട്ടോ. മോഡേൺ മെഡിസിന്റെ തന്നെ ഒരു ഭാഗമാണ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്. അവിടെ കൂടുതലും ഭൗതികമായിട്ടുള്ള സ്രോതസ്സുകളാണ് ഉപയോഗിക്കുന്നത്. അതായത് ഹീറ്റ്, കോൾഡ് വിത്ത് എക്സർസൈസും കൂടെ അതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. മൊബിലിറ്റിനെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞത് ഫിസിയോതെറാപ്പി കൂടുതലും ഓർത്തോപീഡിക്സ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് കണക്റ്റഡ് ആണ്. കാര്യം എന്താണ്? ഓർത്തോപീഡിക് സർജറി ഒക്കെ കഴിഞ്ഞിട്ടുള്ള രോഗികൾ ഉണ്ടായിരിക്കും അല്ലെ, അവരെ റിക്കവർ ചെയ്ത് കൊണ്ടുവരുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മളുടെ ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ തോന്നരുത്, ന്യൂറോളജി വിഭാഗമായിട്ട് കണക്ഷൻ ഇല്ലേ? ഉണ്ട്, കണക്ഷൻ ഉണ്ട്. ഈ പറയുന്ന കാർഡിയാക് വിഭാഗവുമായിട്ട് കണക്ഷൻ ഉണ്ട്. പക്ഷെ കൂടുതൽ കണക്ഷൻ ആരുമായിട്ടുണ്ട്? ഓർത്തോപീഡിക്സ് ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. മനസ്സിലായല്ലോ പറഞ്ഞത്? ക്ലിയർ ആണല്ലോ? അടുത്ത നമുക്ക് നോക്കാം. This department offers a wide range of body healing therapy that will help a patient resume നോർമൽ ഫംഗ്ഷൻ അല്ലെ. എന്താണ് റിസ്യൂം എന്ന വാക്കിന്റെ അർത്ഥം? ഇവിടെ റിസ്യൂം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ കൊടുക്കുന്ന ബയോഡാറ്റയെ നമ്മൾ പലപ്പോഴും റിസ്യൂം എന്നാണ് പറയുന്നത്. ആ റിസ്യൂം അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, പുനരാരംഭിക്കുക എന്നാണ് അർത്ഥം കേട്ടോ. പുനരാരംഭിക്കുക. ഇവിടുത്തെ റിസ്യൂമിന്റെ മീനിങ് പുനരാരംഭിക്കുക എന്നുള്ളതാണ്. എന്താണ് പറയുന്നത്? എന്താണ്? തന്നെ തിരിച്ചു കൊണ്ടുവരിക ജോലി. അത് തിരിച്ചു കൊണ്ടുവരാം, തിരിച്ച് നോർമൽ ഫംഗ്ഷനിലേക്ക് കൊണ്ടുവരാം, പുനരാരംഭിക്കുക കേട്ടോ. അതായത് ഒരു രോഗിയുടെ നോർമൽ ഫംഗ്ഷനിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പുനരാരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ വിപുലമായിട്ടുള്ള ബോഡി ഹീലിംഗ് തെറാപ്പികളൊക്കെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? നൽകുന്നുണ്ട്. അതാണ് അവരുടെ സപ്പോർട്ടിംഗ് സർവീസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ഒരു പേഷ്യന്റിന്റെ നോർമൽ ഫംഗ്ഷനിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ വിപുലമായിട്ടുള്ള ബോഡി ഹീലിംഗ് തെറാപ്പികളൊക്കെ ഫിസിയോതെറാപ്പി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തത് എന്താണ്? ദിസ് ഡിപ്പാർട്ട്മെന്റ് offers the outpatient as well as the inpatient services. ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ ഇൻപേഷ്യന്റ് സർവീസസും കൊടുക്കുന്നുണ്ട്, ഔട്ട് പേഷ്യന്റ് സർവീസസും കൊടുക്കുന്നുണ്ട്. അല്ലാണ്ട് ഒരു കൂട്ടർക്ക് മാത്രമായിട്ട് ഒതുങ്ങുന്ന ഒരു സർവീസ് അല്ല. ഇൻപേഷ്യൻസ് അല്ലെ, അവിടുത്തെ കിടപ്പ് രോഗികൾക്കും സേവനം അവർ കൊടുക്കുന്നുണ്ട്. പുറത്തുനിന്ന് വരുന്ന ഔട്ട് പേഷ്യൻസിനും ഈ ഒരു സേവനം കൊടുക്കുന്നുണ്ട്. മനസ്സിലാവും? നമുക്ക് അത്രയും പഠിച്ചാൽ മതി. ഇപ്പൊ ഫിസിയോതെറാപ്പി എന്താണെന്ന് മനസ്സിലായല്ലോ. കൂടുതലും പെയിൻ മാനേജ്മെന്റിനാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പ്ലസ് എന്തുകൊണ്ടുണ്ട്? റീഹാബിലിറ്റേഷൻ. റീഹാബിലിറ്റേഷൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? നോർമൽ ഫംഗ്ഷനിലേക്ക് അവരുടെ പേഷ്യൻസിന് കൊണ്ടുവരിക അല്ലെ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ടിംഗ് സേവനങ്ങളാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്നത്. കൂടുതലും ഓർത്തോപീഡിക് ഡിപ്പാർട്ട്മെന്റുമായിട്ട് അത് കണക്റ്റഡ് ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഓർത്തോപീഡിക് സർജറി ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആളുകളെ അവരെ റിക്കവർ ചെയ്ത് കൊണ്ടുവരുന്നതിന് സുപ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന ഒരു സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്. നമുക്ക് അത്രയും പഠിച്ചാൽ മതി കേട്ടോ, കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പോകണ്ട. ഓക്കെ ആണല്ലോ? അപ്പൊ ആ ഒരു സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലായി കാണുമല്ലോ. ഇനി നെക്സ്റ്റ് വരുന്നതാണ് എന്ത്? ഫാർമസി അല്ലെ. ഫാർമസി എന്താണെന്ന് നമുക്കറിയാം. എന്താണ് ഫാർമസി? അല്ലെ, മരുന്നുകൾ വിതരണം ചെയ്യുന്ന ഒരു സ്ഥലം അല്ലെ, അങ്ങനെയാണ് നമുക്കറിയാവുന്നത് ഫാർമസി. നമുക്കൊന്ന് വായിക്കാം. എവരി ഹോസ്പിറ്റൽ മസ്റ്റ് ബി equipped with a pharmacy which provides the drugs
ഫോർ ദ എൻറ്റയർ ഹോസ്പിറ്റൽ. അതായത് ഓരോ ഹോസ്പിറ്റലുകാരും ആ ഒരു മുഴുവൻ ഹോസ്പിറ്റലിനും വേണ്ട മരുന്നുകൾ അടങ്ങിയിട്ടുള്ള ഒരു ഫാർമസി സജ്ജമാക്കി വെച്ചിരിക്കണം. അല്ലെ, ഒരു ഹോസ്പിറ്റലിൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു ഭാഗമാണ് ഇതെന്ന് പറയുന്നത് ഫാർമസി എന്ന് പറയുന്നത്. അല്ലെ, അപ്പം ഓരോ ഹോസ്പിറ്റലിലും ആ ഒരു മുഴുവൻ ഹോസ്പിറ്റലിനും ആവശ്യമായിട്ടുള്ള ഒരു മരുന്നുകൾ അടങ്ങുന്ന ഒരു ഫാർമസി ഇപ്പോഴും സജ്ജമാക്കിയിരിക്കണം. പിന്നെ it not only provides medication for patients but also provides other drugs and instruments used by all the departments in the hospital for the patient's care or surgeries. അപ്പൊ നമ്മൾ പറഞ്ഞു സാധാരണ രോഗികൾക്ക് മരുന്ന് കൊടുക്കുന്ന വിതരണം ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഫാർമസി. അത് മാത്രമാണോ ഫാർമസി എന്ന് പറയുന്നത്? അല്ല. നോട്ട് ഓൺലി പ്രൊവൈഡ്സ് ദ മെഡിക്കേഷൻ ഫോർ പേഷ്യൻസ്. മെഡിക്കേഷൻസ് എന്ന് വെച്ചാൽ മരുന്നുകൾ തന്നെയാണ്, മെഡിസിൻസ് തന്നെയാണ്. പേഷ്യൻസിന് വേണ്ട മരുന്നുകളും കൊടുക്കൽ മാത്രമല്ല, പിന്നെ ഇതും കൂടെയാണ് രോഗികളുടെ പരിചരണത്തിനും അതുപോലെ തന്നെ ശസ്ത്രക്രിയക്കും ഒക്കെ ആയിട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഉപയോഗിക്കുന്ന ഡ്രഗ്സും അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റ്സും അല്ലെ ഉപകരണങ്ങളും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളൊരു സേവനം കൂടെ ആർക്കുണ്ട്? ഫാർമസിക്കുണ്ട്. മനസ്സിലായ? രോഗികൾക്ക് വെറും മരുന്നുകൾ കൊടുക്കുക മാത്രമല്ല, ആ ഒരു ഹോസ്പിറ്റലിലെ രോഗി പരിചരണത്തിനും ശസ്ത്രക്രിയാ കാര്യങ്ങൾക്കും വേണ്ടി വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റുകളും ഡ്രഗ്സും കൂടെ പ്രൊവൈഡ് ചെയ്യാം എന്നുള്ളൊരു സേവനം കൂടെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിന് ഉണ്ട്. ക്ലിയർ ആണല്ലോ? പിന്നെ റൺ ബൈ എ ഫാർമസിസ്റ്റ്. പൊതുവെ ഫാർമസി ആരായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവുക? ഒരു ഫാർമസിസ്റ്റ് ആയിരിക്കും അല്ലെ. ഫാർമസി പ്രൊവൈഡ്സ് ദ ഫോളോയിങ് സർവീസസ്. ഇനിയാണ് നമുക്ക് പഠിക്കാനുള്ള പോയിന്റ്സ്. എന്താണ് ഫാർമസി നമുക്ക് തരുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ്? ഈ സേവനങ്ങൾ എന്ന് പറഞ്ഞ് തിരിച്ചു മറിച്ചൊക്കെ പറയുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. സംഭവം വളരെ കുറച്ചേ ഉള്ളൂ. എന്താണ് പറയുന്നത്? പർച്ചേസ്, സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിക്കേഷൻ ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്. അതായത് ഈ പറയുന്ന മരുന്നുകൾ, മെഡിസിൻസും ഫാർമസ്യൂട്ടിക്കൽസും ഒക്കെ പർച്ചേസ് ചെയ്യുക, വാങ്ങുകയും അതുപോലെ തന്നെ സപ്ലൈ ചെയ്യുക, അവർക്ക് എത്തിച്ചു കൊടുക്കുകയും ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ വിതരണം ചെയ്യുകയും ചെയ്യുക. ഒന്നാമത്തെ സേവനം. നമുക്കറിയാലോ, അവർക്ക് അതായത് മരുന്നുകൾ ആവശ്യമുള്ള ആളുകൾക്ക് അത് പർച്ചേസും കൂടെ ചെയ്യണം അല്ലെ. ഹോസ്പിറ്റലിന് ആവശ്യമായുള്ള മരുന്നുകൾ പർച്ചേസ് ചെയ്യണം, വാങ്ങണം. പിന്നെ എന്ത് ചെയ്യണം? അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അതാണ് അവരുടെ ഒന്നാമത്തെ സേവനം. നെക്സ്റ്റ് സേവനം എന്താണ് പറയുന്നത്? ഇൻ പേഷ്യന്റ് ആൻഡ് ഔട്ട് പേഷ്യന്റ് ഡിസ്പെൻസിങ്. ഡിസ്പെൻസിങ് എന്ന് പറഞ്ഞാല് വിതരണം ചെയ്യുക. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്ന് പറയില്ലേ, സെയിം അർത്ഥം തന്നെയാണ് ഡിസ്പെൻസിങ് എന്ന് പറഞ്ഞാൽ കേട്ടോ. വിതരണം ചെയ്യുക. ഇൻ പേഷ്യന്റ് ആൻഡ് ഔട്ട് പേഷ്യന്റ് ഡിസ്പെൻസിങ്. കിടപ്പ് രോഗികൾക്കും അതുപോലെ തന്നെ പുറത്തുനിന്ന് വന്ന രോഗികൾക്കും അവർ എന്ത് ചെയ്യുന്നുണ്ട്? മരുന്നുകൾ വിതരണം ചെയ്യുന്നുണ്ട് അല്ലെ. ആ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ഇൻ പേഷ്യൻസിന് കൊടുക്കുന്നുണ്ട്. ഔട്ട് പേഷ്യന്റ് ആയിട്ട് ഡോക്ടർ വന്ന് കാണുന്ന ആൾക്കാർക്കുള്ള മരുന്നുകളും ഫാർമസി തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? തേർഡ് വൺ എന്താണ് പറയുന്നത്? ക്ലിനിക്കൽ ആൻഡ് വാർഡ് ഫാർമസി അല്ലെ. ക്ലിനിക്കൽ ഫാർമസി എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ നമ്മുടെ ഹോസ്പിറ്റലിലുള്ള ഫാർമസി അല്ലെ. രോഗികളുടെ പരിചരണവുമായിട്ട് നേരിട്ടുള്ള രോഗി പരിചരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മുടെ ക്ലിനിക്കൽ ഫാർമസി എന്ന് പറയുന്നത്. സാധാരണ ഹോസ്പിറ്റലിലുള്ള ഫാർമസി അത് നേരിട്ട് തന്നെ രോഗികൾക്ക് മരുന്നുകളും കാര്യങ്ങളും കൊടുക്കുന്നത്. അതാണ് ക്ലിനിക്കൽ ഫാർമസി എന്ന് പറയുന്നത്. വാർഡ് ഫാർമസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാർമസി ദാറ്റ് പ്രൊവൈഡ്സ് ദ ഡ്രഗ്സ് ടു വാർഡ് അല്ലെ. വാർഡ് നമ്മൾ പല വാർഡുകളും പഠിച്ചു അല്ലെ. പേഷ്യന്റ് വാർഡ് ഉണ്ട്, അതുപോലെ മെറ്റേണിറ്റി വാർഡ്സ് ഉണ്ട്. അപ്പൊ അത്തരം അവരെന്ന് പറയുമ്പോൾ ഇൻപേഷ്യന്റ് ആണ് അല്ലെ, ഇൻപേഷ്യൻസ് ആണ്. ക്ലിനിക്കൽ ഫാർമസി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇൻപേഷ്യന്റും വരും ഔട്ട് പേഷ്യന്റും വരും. അതേസമയം വാർഡ് ഫാർമസി എന്ന് പറയുമ്പോൾ ഇൻപേഷ്യൻസ് ആണ് അല്ലെ. ആ ഒരു ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് എടുക്കുന്ന കിടപ്പ് രോഗികളാണ്. ഓരോ വാർഡിലും ഉള്ള പേഷ്യൻസ് അവരുടെ രോഗാവസ്ഥകൾ ഈ പറയുന്ന ഒരു ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ഡെയിലി ഈ വാർഡിൽ വന്നിട്ട് വാർഡിൽ വരും. ഓരോ രോഗികളെ കാണുന്നു, അവർക്ക് ആവശ്യമുണ്ട് അതെ വാർഡിൽ കൊടുക്കുന്ന മരുന്നുകൾ, അത്രേ ഉള്ളൂ. അപ്പൊ ആ ഓരോ രോഗികൾ ആ വാർഡിൽ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അവരുടെ രോഗാവസ്ഥകൾക്ക് അനുസരിച്ചുള്ള മരുന്നുകൾ റെസ്പെക്റ്റീവ് ഫ്ലോറിൽ തന്നെ ലഭ്യമാക്കി കൊടുക്കുന്ന ഫാർമസിയുണ്ട്, സംവിധാനമുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് വാർഡ് ഫാർമസി. മനസ്സിലായല്ലോ? അടുത്തത് എന്താണ് പറയുന്നത്? ഡോക്ടേഴ്സ് ആർ യൂഷ്വലി ഗിവൺ എ സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് ഓഫ് മെഡിക്കേഷൻ ബൈ ദ ഫാർമസി ടു യു. എന്താണ് ക്ലിനിക്കൽ ഫാർമസി? ക്ലിനിക്കൽ ഫാർമസി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നേരിട്ടുള്ള രോഗി പരിചരണവുമായിട്ട് ബന്ധപ്പെട്ട ഫാർമസി. സാധാരണ ഫാർമസി ഹോസ്പിറ്റലിലുള്ള ഫാർമസി ഇല്ലേ, നേരിട്ടുള്ള രോഗി പരിചരണവുമായിട്ട് ബന്ധപ്പെട്ട ഫാർമസിയാണ് ക്ലിനിക്കൽ ഫാർമസി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇൻപേഷ്യൻസിനും അവിടെ മരുന്ന് കൊടുക്കുന്നുണ്ട്, ഔട്ട് പേഷ്യൻസിനും അത് മരുന്ന് കൊടുക്കുന്നുണ്ട്.
മനസ്സിലായല്ലോ. അപ്പൊ അതെന്ന് പറയുന്നത് ഇൻപേഷ്യന്റ് ഔട്ട് പേഷ്യന്റ് സർവീസിൽ വരും. വാർഡ് ഫാർമസി എന്ന് പറയുമ്പോൾ വാർഡിലുള്ള ആൾക്കാർ ആരാണ്? ഇൻപേഷ്യൻസ് ആയിരിക്കും അല്ലെ, അഡ്മിറ്റ് ആയിട്ടുള്ള ആളുകളായിരിക്കും. അവർക്കുള്ള മരുന്ന് കൊടുക്കുന്നതാണ് വാർഡ് ഫാർമസി എന്ന് പറയുന്നത്. ശബ്ദമിസിക്ക് ക്ലിയർ ആയിട്ട് വിചാരിക്കും കേട്ടോ. പിന്നെ അടുത്ത പോയിന്റ് എന്താണ്? ഡോക്ടേഴ്സ് ആർ യൂഷ്വലി ഗിവൺ എ സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് ഓഫ് മെഡിക്കേഷൻ ബൈ ദ ഫാർമസി ടു യൂസ് ആസ് ഗൈഡ്. അതായത് സാധാരണയായിട്ട് ഡോക്ടർമാർക്ക് ഒരു ഗൈഡ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് ഒരു കൂട്ടം മരുന്നുകളുടെ പ്രൊസീജിയേഴ്സ്, ഒരു കൂട്ടം മരുന്നുകളുടെ ഉപയോഗക്രമം അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ ആര് കൊടുക്കുന്നുണ്ട്? ഫാർമസി കൊടുക്കുന്നുണ്ട്. മനസ്സിലായോ? അവരെങ്ങനെയാണ് ഒരു മെഡിക്കൽ സ്റ്റാഫിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ളത്? അതായത് കൂടുതലും ഈ പറയുന്ന ഡോക്ടർമാർക്ക് ഒരു ഗൈഡ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് ഒരു കൂട്ടം മരുന്നുകളുടെ പ്രൊസീജിയേഴ്സ്, അതായത് ഉപയോഗക്രമങ്ങൾ ഒരു ഗൈഡ് ആയിട്ട് ആര് കൊടുക്കുന്നുണ്ട്? ഫാർമസി ഡോക്ടേഴ്സിന് കൊടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഡോക്ടേഴ്സിന് അതിന് കൊടുക്കുന്നത്? കാര്യം ഡോക്ടേഴ്സിന് അറിയണം അല്ലെ, ഓരോ രോഗികളുടെ രോഗാവസ്ഥയ്ക്ക് അനുസരിച്ച് അവർക്ക് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യണം. അപ്പൊ ശരിയായിട്ടുള്ള മരുന്ന് കൊടുക്കുന്നതിനും അത് ശരിയായ ഡോസിൽ കൊടുക്കുന്നതിനുള്ള ഒരു ഹെൽപ്പാണ് ആര് കൊടുക്കുന്നത്? ഈ ഗൈഡിലൂടെ ഫാർമസി ഡോക്ടേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഏത് രീതിയിലാണ് അവർ സപ്പോർട്ട് ചെയ്യുന്നത് മനസ്സിലായല്ലോ. കാര്യം ഇത് ഒരു സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. ക്ലിയർ ആയല്ലോ? മനസ്സിലായല്ലോ? ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ് ഫാർമസിയുടെ സേവനം എന്ന് പറയുന്നത്? പർച്ചേസ് ചെയ്യാം, സപ്ലൈ ചെയ്യാം, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്. പിന്നെന്താണ്? ഇൻപേഷ്യന്റ് ആൻഡ് ഔട്ട് പേഷ്യന്റ് ഡിസ്പെൻസിംഗ്. ഡിസ്പെൻസിംഗ് മീൻസ് വിതരണം ചെയ്യുക കേട്ടോ അർത്ഥം. പിന്നെന്താണ്? ക്ലിനിക്കൽ ആൻഡ് വാർഡ് ഫാർമസി. അത് മനസ്സിലായല്ലോ. പിന്നെന്താണ്? ഈ പറയുന്ന ഡോക്ടേഴ്സ് യൂഷ്വലി ഗിവൺ എ സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് ഓഫ് മെഡിക്കേഷൻ ബൈ ദ ഫാർമസി ടു യൂസ് ആസ് എ ഗൈഡ്. മെഡിക്കൽ സ്റ്റാഫിന് അങ്ങനെയാണ് അവർ ഹെൽപ്പ് ചെയ്യുന്നത്. കാരണം ഡോക്ടർക്ക് അറിയണം ഇത് ശരിയായിട്ടുള്ള മരുന്ന് കൊടുക്കണം അല്ലെ. ഒരു രോഗത്തിന് കൃത്യമായി മരുന്ന് കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലെ. ശരിയായിട്ടുള്ള മരുന്ന് കൊടുക്കണം, അത് വെറുതെ കൊടുത്താൽ പോലെ ശരിയായ ഡോസിൽ കൊടുക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടർക്ക് മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്നത് ഈ ഫാർമസി കൊടുക്കുന്ന ഗൈഡിലൂടെയാണ്. മനസ്സിലായി പറഞ്ഞത്? അത്രയേ ഉള്ളൂ കേട്ടോ ഫാർമസി. ഇനി അടുത്തതാണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് അടുത്ത സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കടക്കാം. എന്താണ്? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്, MRD എന്നാണ് പറയാ. MRD ഇനി കേൾക്കുമ്പോ എന്താണെന്ന് കൺഫ്യൂസ്ഡ് ആവരുത്. മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. നമുക്ക് ബാക്കി എന്താണ് മെഡിക്കൽ റെക്കോർഡ്? നമ്മൾ സാധാരണ എന്ത് പറയും? ഹെൽത്ത് റെക്കോർഡ് എന്നൊക്കെ പറയും അല്ലെ. മെഡിക്കൽ ചാർട്ട്, ഹെൽത്ത് റെക്കോർഡ്സ് എന്നൊക്കെ പറയുന്നത് സെയിം സാധനം തന്നെയാണ് മെഡിക്കൽ റെക്കോർഡ്. മറ്റു പല പേരുകളിലും പറയാറുണ്ട്. ഹെൽത്ത് ചാർട്ട് അല്ലെങ്കിൽ മെഡിക്കൽ ചാർട്ട് എന്നൊക്കെ പറയാറുണ്ട്. This department handles recording and maintaining all the records or files of inpatients as well as outpatients. അതായത് ഈ പറയുന്ന ഇൻപേഷ്യന്റിന്റെയും ഔട്ട് പേഷ്യന്റിന്റെയും എല്ലാവിധ റെക്കോർഡുകളും അതുപോലെ തന്നെ ഫയലുകളും അവരെന്ത് ചെയ്യുന്നു? കൈകാര്യം ചെയ്യുന്നതും പരിപാലിക്കുന്നതും ഈ ഒരു ഡിപ്പാർട്ട്മെന്റാണ്. ഇറ്റ് ഈസ് എ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്? ഓരോ രോഗിയുടെ മെഡിക്കൽ ഹിസ്റ്ററി രേഖപ്പെടുത്തുന്നതാണ് മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറയുന്നത്. മെഡിക്കൽ റെക്കോർഡ്സ് ഓരോ രോഗിയും എന്തൊക്കെ ചികിത്സ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു മെഡിക്കൽ ഹിസ്റ്ററി എന്താണ്, ഏതൊക്കെ ഡോക്ടർ അവർ കൺസൾട്ട് ചെയ്തിട്ടുണ്ട്, എന്തെല്ലാം മരുന്നുകളാണ് അവർ എടുത്തിട്ടുള്ളത്, എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ അവർ എടുത്തിട്ടുണ്ട്, അതിന് പറയുന്ന ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കും, നഴ്സിന്റെ റെക്കോർഡ്സ് ഉണ്ടായിരിക്കും, അവരെടുത്ത സ്കാനുകള്, അവര് കഴിച്ചിട്ടുള്ള മരുന്നുകള്, അവര് മറ്റേ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളെ ഡോക്ടർ കൺസൾട്ട് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയുള്ള എല്ലാ ഹിസ്റ്ററികളും രേഖപ്പെടുത്തുന്നതാണ് ഇതെന്ന് പറയുന്നത്. അതെ, ടെസ്റ്റുകളൊക്കെ ഉണ്ടാവും ഇതിനകത്ത് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് പരിപാലിക്കുകയും അതുപോലെ കൈകാര്യം ചെയ്യുന്നതിനായിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയുണ്ട്. ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് MRD എന്ന് പറയുന്നത്. അത് ഇൻപേഷ്യന്റിന്റെ മാത്രമല്ല ഔട്ട് പേഷ്യന്റിന്റെയും സൂക്ഷിക്കും കേട്ടോ. പിന്നെന്താണ്? ഇറ്റ് ഈസ് വിത്ത് ദീസ് റെക്കോർഡ്സ് that medical statistics can be formulated. എന്താണ്? ഈ ഒരു റെക്കോർഡുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് മെഡിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് അതായത് മെഡിക്കൽ സ്ഥിതി വിവര കണക്കുകളൊക്കെ രൂപപ്പെടുത്തി എടുക്കുന്നത്. മെഡിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ്, കാരണം മെഡിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് അഥവാ മെഡിക്കൽ സ്ഥിതി വിവര കണക്കുകൾ രൂപപ്പെടുത്തുന്നതിനുള്ള ഒരു പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ രോഗികളുടെ മെഡിക്കൽ റെക്കോർഡ്സ് ആണ് കേട്ടോ. മെഡിക്കൽ റെക്കോർഡ്സ് ആണ്. അതുവഴിയായിട്ട് മെഡിക്കൽ സ്ഥിതി വിവര കണക്കുകൾ രൂപപ്പെടുത്തുന്നു. പിന്നെന്താണ് അവർ ചെയ്യുന്നത്? ഇറ്റ് സെർവ് ആസ് എ റെഫറൻസ് ഫോർ ദ ഫ്യൂച്ചർ പർപ്പസ് അല്ലെ. ഭാവിയിൽ പല റെഫറൻസ് ഉദ്ദേശങ്ങൾക്കുമായിട്ട് ഈ പറയുന്ന മെഡിക്കൽ റെക്കോർഡ്സ് ഉപയോഗിക്കുന്നു. ശരിയല്ലേ? ഒരു ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന രോഗി അയാളുടെ മെഡിക്കൽ ഹിസ്റ്ററി അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? അയാളോട് ഇങ്ങനെ എല്ലാം വിശദമായിട്ട് ചോദിക്കുന്നതില്ല. അയാൾ അവിടെ വന്നിട്ടുള്ള ആളാണെങ്കിൽ അയാളുടെ മെഡിക്കൽ റെക്കോർഡ്സ് പരിശോധിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് വിവരങ്ങൾ ആ ഡോക്ടർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ ഫ്യൂച്ചർ റെഫറൻസ് ആയിട്ട്
ഒരു ഉപയോഗിക്കുന്ന ഒരു സംഭവം കൂടെയാണ് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? കൂടുതലൊന്നും നമുക്ക് ഡീപ്പായിട്ട് അതിനകത്തില്ല. എന്താണ് മെഡിക്കൽ റെക്കോർഡ് എന്ന് മനസ്സിലാക്കുക. അതൊരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഏത് രീതിയിലാണ് അത് ഹോസ്പിറ്റലിനെ സപ്പോർട്ട് ചെയ്യുന്നത് അതും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അടുത്തത് എന്താണ്? മെഡിക്കൽ മെയിന്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് അല്ലെ. മെഡിക്കൽ മെയിന്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം മെയിന്റനൻസ് വർക്കുകളൊക്കെ ആയിരിക്കും അല്ലെ. ഒരു ഹോസ്പിറ്റലിന്റെ മെയിന്റനൻസ് വർക്കുകൾ, അതായത് ഇലക്ട്രിക്കൽ വർക്ക് ആവാം, അതുപോലെ പ്ലംബിംഗ് വർക്ക് ആയിരിക്കാം, പിന്നെ എന്താ പറയുക പറയുന്ന വാട്ടർ സപ്ലൈ, അല്ലെങ്കിൽ എന്താ പറയുക മെഡിക്കൽ ഗ്യാസ് സപ്ലൈ, ഒത്തിരി സേവനങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഭൗതിക സാഹചര്യങ്ങൾ കൂടുതൽ പ്രവർത്തനക്ഷമമാക്കുന്നതിന് ഉറപ്പ് നൽകുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്. ദാറ്റ് ഈസ് കോൾഡ് മെഡിക്കൽ മെയിന്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. ഓക്കെ, നമുക്ക് വായിക്കാം കേട്ടോ. ദിസ് ഡിപ്പാർട്ട്മെന്റ് ഇൻഷുവേഴ്സ് that the hospital is in operable condition അല്ലെ. ഒരു ഹോസ്പിറ്റല് പ്രവർത്തനക്ഷമമാണോ എന്ന് ഉറപ്പാക്കുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? നമ്മളുടെ മെഡിക്കൽ മെയിന്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. പ്രവർത്തനക്ഷമം എന്ന് പറഞ്ഞാൽ ഇൻ ദ സെൻസ് ഏതിലാണ് ഉദ്ദേശിച്ചത്? അവരുടെ ഭൗതിക സാഹചര്യങ്ങൾ. ഒരു ഹോസ്പിറ്റലില് ഇലക്ട്രിക്കൽ വർക്കുകളുണ്ട്, പ്ലംബിംഗ് വർക്ക് ഉണ്ട്, സ്റ്റീൽ വർക്ക്സ് ഉണ്ട്, വാട്ടർ സപ്ലൈ ഉണ്ട്, അവിടെ ലിഫ്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്, ലിഫ്റ്റ് ഓപ്പറേഷൻസ്, TV, അങ്ങനെയുള്ള ഒത്തിരി സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, എയർ കണ്ടീഷനിങ് അല്ലെ. ഇതൊക്കെ അടങ്ങുന്നതാണ് ഒരു ഹോസ്പിറ്റലിന്റെ ഭൗതിക സാഹചര്യങ്ങൾ. അതെല്ലാം തന്നെ പ്രവർത്തനക്ഷമമാണോ എന്ന് ഉറപ്പുവരുത്തുന്നു ഏത് ഡിപ്പാർട്ട്മെന്റ്? മെഡിക്കൽ മെയിന്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. ഇറ്റ് മേക്സ് ദ പ്ലാൻസ് ആൻഡ് പെർഫോംസ് വാരിയസ് പ്രോജക്ട്സ് ഫോർ ദ ഹോസ്പിറ്റൽ. ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നു അല്ലെ. പദ്ധതികൾ ഈ പറയുന്ന പോലെ ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നു. This department makes sure that all the electrical facilities are in പെർഫെക്റ്റ് കണ്ടീഷൻ അല്ലെ. ഈ പറയുന്ന എല്ലാവിധ ഇലക്ട്രിക്കൽ സൗകര്യങ്ങളും പെർഫെക്റ്റ് കണ്ടീഷനിലാണോ എന്ന് ഈ ഡിപ്പാർട്ട്മെന്റ് ഉറപ്പുവരുത്തുന്നു. ഇലക്ട്രിക്കൽ ഫെസിലിറ്റീസ് അതുപോലെ തന്നെ പെർഫോംസ് ദ റിപ്പയർ ആൻഡ് റീപ്ലേസ്മെന്റ് വർക്ക് ഫോർ എയർ കണ്ടീഷനിങ് അല്ലെ. എയർ കണ്ടീഷനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ അറ്റകുറ്റപ്പണികള് അല്ലെങ്കിൽ അതിന്റെ റീപ്ലേസ്മെന്റ് വർക്കുകള്, ഇതെല്ലാം തന്നെ അവരാണ് കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ പ്ലംബിംഗ്, സ്റ്റീൽ വർക്ക്സ്, ഇനിയുണ്ട് ഒത്തിരി വർക്കുകൾ. ഓക്കെ, അപ്പൊ അതിൽ 1-2 മാത്രമാണ് ഇവിടെ പറഞ്ഞു പോയിട്ടുള്ളത്. ഇലക്ട്രിക്കൽ ഫെസിലിറ്റീസ്, പ്ലംബിംഗ് വർക്കുകൾ, എയർ കണ്ടീഷനിന്റെ അറ്റകുറ്റപ്പണികള്, അതിന്റെ റീപ്ലേസ്മെന്റ്, ഇങ്ങനെയുള്ള സേവനങ്ങളൊക്കെ അതായത് ഭൗതിക സാഹചര്യങ്ങൾ പ്രവർത്തനക്ഷമമാക്കുന്നതിൽ ഉറപ്പ് നൽകുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് മെഡിക്കൽ മെയിന്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയ നിങ്ങൾക്ക്? ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ഗംഗയില്ലേ? ഗംഗ വന്നിട്ടില്ലേ? ഗംഗ 2-3 ക്ലാസ്സിൽ കണ്ടില്ലല്ലോ. എന്താണ് നെക്സ്റ്റ് അല്ല? ഒന്നുകൂടി പറയുമോ? ഒന്നുകൂടി പറയണം. ലാസ്റ്റ് ഒന്നും കൂടെ ഞാൻ കൺക്ലൂഡ് ചെയ്ത് പറയാം കേട്ടോ. മേബി ഒന്നുകൂടെ പറയാം. നമുക്ക് അടുത്തത് കൂടെ പറയാം കേട്ടോ. നെക്സ്റ്റ് അല്ല ഞാൻ പറയാം കേട്ടോ. ലാസ്റ്റ് നമുക്ക് കൺക്ലൂഡ് ചെയ്ത് പറയാം. അടുത്തതാണ് എന്ത്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് അഥവാ എന്താണ്? മെറ്റീരിയൽ മാനേജ്മെന്റ് അല്ലെ. എന്തായാലും മെറ്റീരിയൽ മാനേജ്മെന്റ് ഈ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനെ തന്നെ പറയുന്ന മറ്റൊരു പേരാണ് കേട്ടോ, മെറ്റീരിയൽ മാനേജ്മെന്റ്. ചിലപ്പോൾ ആൻസറിൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ മെറ്റീരിയൽ മാനേജ്മെന്റ് എന്നാവും കാണും. അപ്പൊ അതെന്താണെന്ന് വിചാരിക്കരുത്, അത് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. പർച്ചേസ് ചെയ്യാന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഇവിടെ പർച്ചേസ് ചെയ്യുന്നുണ്ടാവുക? നമ്മളുടെ ഹോസ്പിറ്റലിന്റെ ആവശ്യങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള മെറ്റീരിയൽസ്. അതെ, മെഡിസിൻസ് എന്ന് നമുക്ക് പറയാം. മെഡിസിൻസ് കൂടുതലും ഫാർമസി ആയിരിക്കും. എക്യുപ്മെന്റ് ആണ് കേട്ടോ സിയ ഉദ്ദേശിക്കുന്നത്. കൂടുതലും എക്യുപ്മെന്റ്സ് ആണ് അതിനകത്ത് വരിക. കാര്യം മെഡിസിന്റെ കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് ഏത് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്? ഫാർമസി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അല്ലാതെയുള്ള എക്യുപ്മെന്റ്സ് കേട്ടോ, ഉപകരണങ്ങൾ ഉണ്ടാവില്ല, ഒത്തിരി മെഷീൻസും ഈ പറയുന്ന സ്കാനിങ് മെഷീന് അങ്ങനത്തെ ഒത്തിരി ഉപകരണങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെയൊക്കെ പർച്ചേസ് ചെയ്യുന്നതിന്, വാങ്ങുന്നതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് അഥവാ മെറ്റീരിയൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. എക്യുപ്മെന്റ് പർച്ചേസ്, അതെ അതെ തന്നെ. ദിസ് ഡിപ്പാർട്ട്മെന്റ് മെഡിസിന്റെ നമുക്ക് വാങ്ങാനായിട്ട് ആരുണ്ട്? ഫാർമസി ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്തോളും. ഓക്കെ, എക്യുപ്മെന്റ്സ് ആണ് ഇവർ നോക്കുന്നത് കേട്ടോ. This department is responsible for purchasing all supplies and equipment for the hospital. എന്താണ്? ഒരു ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള എല്ലാ എക്യുപ്മെന്റ്സും, അവരുടെ ആവശ്യകതകൾ അല്ലെ അനുസരിച്ചിട്ടുള്ള എല്ലാ എക്യുപ്മെന്റ്സും വാങ്ങുന്നത് അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്നതിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത്?
പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് അഥവാ മെറ്റീരിയൽ മാനേജ്മെന്റ്, അവർക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസ് കേട്ടോ. അതുകൊണ്ട് ആ 2 പേരും അറിഞ്ഞിരിക്കണം. ഏതെങ്കിലും ഒന്നായിരിക്കും ചോദിക്കുക. പർച്ചേസിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിക്ക് ആവും. പക്ഷെ മെറ്റീരിയൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വിചാരിക്കരുത്, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് കേട്ടോ. ക്ലിയർ ആണല്ലോ. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ കടക്കുകയാണ്. എന്താണത്? ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ICT എന്ന് പറയും അല്ലെ. ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്തായിരിക്കും എന്ന് നമുക്കറിയാം. എല്ലാ ഹോസ്പിറ്റലിലെ കാര്യങ്ങളും എന്താണ് ഇപ്പോ കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ് അല്ലെ. എല്ലാം കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. ഒത്തിരി കൺവീനിയന്റ് ആയി അല്ലെ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സ്റ്റോർ ചെയ്യാനും അതുപോലെ ഹോസ്പിറ്റലിലെ പ്രവർത്തനം തന്നെ നല്ല രീതിയിൽ നടക്കാനും ഏറ്റവും സഹായിച്ച ഒരു ഇതാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ. പണ്ടത്തെ കാലം പോലെയല്ല അല്ലെ. പണ്ടൊക്കെ എങ്ങനെയായിരുന്നു, ഈ കമ്പ്യൂട്ടർ ഇതൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ സമയത്ത് എന്നൊക്കെ പറയാൻ നിറച്ച് ഫയലുകള് എഴുതി സൂക്ഷിക്കണം. ഈ ഫയലുകളൊക്കെ സൂക്ഷിക്കാൻ കുറെ സ്ഥലം വേണം. കുറെ കഴിയുമ്പോൾ അതൊക്കെ എന്താണ് ദ്രവിച്ചു പോകും, അല്ലെങ്കിൽ പേപ്പറൊക്കെ നഷ്ടപ്പെട്ടു പോകും. ഇന്ന് അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടോ? ഇല്ല. കാര്യം എന്താണ്? ഇത്തരം ICT വന്നതോടുകൂടി അതെല്ലാം വളരെ കൺവീനിയന്റ് ആയില്ല അത്തരം കാര്യങ്ങളൊക്കെ. അത് തന്നെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. All hospitals today use the computers to keep the track of patient records and other medically related affairs. ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. അതായത് ഈ പറയുന്ന പേഷ്യന്റിന്റെ റെക്കോർഡ്സ്, പിന്നെ ഈ പറയുന്ന മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള അഫയേഴ്സ്, ഇതെല്ലാം തന്നെ ട്രാക്ക് ചെയ്യാനായിട്ട് ഇന്ന് ഹോസ്പിറ്റലിൽ എന്താണ് യൂസ് ചെയ്യുന്നത്? കമ്പ്യൂട്ടറുകളാണ് യൂസ് ചെയ്യുന്നത് അല്ലെ. ഇപ്പോഴത്തെ ജനറേഷനൊന്നും പണ്ടത്തെ ഫയലിന്റെ കാര്യം പറഞ്ഞാലൊന്നും അവർക്ക് മനസ്സിലാവില്ല. അവര് കാണുന്നത് കമ്പ്യൂട്ടർ യുഗമാണ് അല്ലെ. കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മള് ലബോറട്ടറി സർവീസ് പറഞ്ഞില്ലേ, അതിനകത്ത് നമ്മൾ ICT മീൻസ് ഇത് പറഞ്ഞു, LIS HIS ഒക്കെ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം, അതിൽ HIS ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം അഥവാ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ഒക്കെ പറഞ്ഞതൊക്കെ ഇതിനകത്ത് വരുന്നതാണ് കേട്ടോ. അപ്പൊ നോക്കൂ, എങ്ങനെയാണ് അവർ സപ്പോർട്ട് ചെയ്യുന്നത്? Therefore, this department provides the technical support അല്ലെ. സാങ്കേതികമായിട്ടുള്ള അതെ ലാബിംഗ് സിസ്റ്റം അതൊന്ന് പറഞ്ഞതാണ്. ഇതൊക്കെ കണക്ട് ചെയ്യണം കേട്ടോ നമ്മള്. അതിനു വേണ്ടി പറഞ്ഞത് മാത്രം. This department provides the technical support as and when needed and keep the systems updated and provides the support when systems fail അല്ലെ. അപ്പൊ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ത് പിന്തുണയാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ടെക്നിക്കൽ സപ്പോർട്ടാണ് കൊടുക്കുന്നത് അല്ലെ. സാങ്കേതികമായിട്ടുള്ള പിന്തുണ കൊടുക്കുകയാണ്. ഒരു ഹോസ്പിറ്റലിന് ആവശ്യമുള്ളപ്പോഴെല്ലാം സാങ്കേതികമായിട്ടുള്ള പിന്തുണ നൽകുകയും, അതായത് എല്ലാ റെക്കോർഡ്സും സ്റ്റോർ ചെയ്യാനും കംപ്ലീറ്റ് കാര്യങ്ങൾ ഒരു കാരണവശാലും നഷ്ടപ്പെട്ടു പോവില്ല. കാര്യം എന്താണ്? കമ്പ്യൂട്ടറിൽ എല്ലാം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം അല്ലെ. അപ്പൊ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നു. ആൻഡ് കീപ് ദ സിസ്റ്റംസ് അപ്ഡേറ്റഡ്. ഇവിടുത്തെ ഈ സിസ്റ്റം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സിസ്റ്റം അല്ലാട്ടോ ഉദ്ദേശിക്കുന്നത്, ഹോസ്പിറ്റൽ സിസ്റ്റം ആണ്. ഹോസ്പിറ്റൽ സംവിധാനങ്ങളാണ് കേട്ടോ. നമ്മൾ പൊതുവെ കമ്പ്യൂട്ടറിന്റെ സിസ്റ്റം എന്ന് പറയാറുണ്ട്. ഇവിടെ കീപ് ദ സിസ്റ്റംസ് അപ്ഡേറ്റഡ് എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റംസ് കമ്പ്യൂട്ടറല്ല ഉദ്ദേശിക്കുന്നത്, സംവിധാനങ്ങൾ എന്ന് പറയുന്ന സിസ്റ്റംസ് ആണ് കേട്ടോ. അതായത് നമ്മുടെ ഹോസ്പിറ്റലിന്റെ സംവിധാനങ്ങൾ ശരിയായിട്ട് സൂക്ഷിക്കുകയും അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് സൂക്ഷിക്കുകയും ആൻഡ് പ്രൊവൈഡ്സ് ദ സപ്പോർട്ട് വെൻ സിസ്റ്റംസ് ഫെയിൽസ്. ഏതെങ്കിലും കാരണവശാൽ ഹോസ്പിറ്റൽ സംവിധാനങ്ങൾ തകരാറിലായി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ടെക്നിക്കൽ സപ്പോർട്ടിലൂടെ നമുക്കത് വീണ്ടെടുക്കാനായിട്ട് സാധിക്കും. ആ ഒരു അർത്ഥത്തിലാണ് ഇറ്റ് പ്രൊവൈഡ്സ് ദ സപ്പോർട്ട് വെൻ ദ സിസ്റ്റംസ് ഫെയിൽ. ഏത് സിസ്റ്റംസ് ആണ്? സംവിധാനങ്ങൾ. ഹോസ്പിറ്റൽ സംവിധാനങ്ങൾ ഫെയിൽ ആവുന്ന ഘട്ടങ്ങളിൽ അവർക്ക് എന്താണ് ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ പിന്തുണ കൊടുക്കുന്നത് ഈ പറയുന്ന ICT ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. സാങ്കേതികമായിട്ടുള്ള പിന്തുണ, അത്രയേ ഉള്ളൂ. They also aim to provide the effective online services for the patients അല്ലെ. ഇപ്പൊ ഇത് മാത്രമല്ല, രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ ഓൺലൈൻ സേവനങ്ങളും അവർ കൊടുക്കുന്നുണ്ട് അല്ലെ. ഇന്നിപ്പോ നമ്മൾ ഒരു ഡോക്ടറെ കാണാനായിട്ട് പണ്ടത്തെ പോലെ അവിടെ പോയി ടോക്കൺ എടുത്ത് അവിടെ കുറെ നേരം വെയിറ്റ് ചെയ്ത് ടോക്കൺ എടുത്ത് തിരിച്ച് ആ സമയമാകുമ്പോ വീട്ടിൽ പോകണം, അങ്ങനത്തെ ഒരു പ്രശ്നം ഇന്നില്ല അല്ലെ. എല്ലാം എന്താണ്? ഓൺലൈൻ സേവനം. അപ്പൊ നമ്മൾ പഠിക്കുന്നത് വരെ എന്താണ്? ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയല്ലേ നമ്മൾ പഠിക്കുന്നത്. എന്നതുപോലെ ഇന്നിപ്പോ ഡോക്ടർമാരെ കാണുന്നതിന് നമുക്ക് ഓൺലൈൻ സേവനം നമുക്ക് ബുക്ക് ചെയ്ത് വിളിക്കാം അല്ലെ. വിളിക്കാം, ആ സമയമാകുമ്പോൾ നമ്മൾ പോയാൽ മതി. വേണമെങ്കിൽ അപ്പോയിന്റ്മെന്റ് നമുക്ക് ക്യാൻസൽ ചെയ്യാം. അത്തരത്തിൽ ഒരുപാട് ഓൺലൈൻ സർവീസുകളൊക്കെ പേഷ്യൻസിന് കൊടുക്കുന്നുണ്ട്. പിന്നെന്താണ്? ടു കീപ് ദ എൻറ്റയർ ഹോസ്പിറ്റൽ ഇൻഫോംഡ് ഓഫ് സർട്ടൻ ഈവന്റ്സ് ദാറ്റ് ടേക്ക് പ്ലേസ് വിത്തിൻ ദ ഹോസ്പിറ്റൽ. അതോടൊപ്പം തന്നെ ഹോസ്പിറ്റലിൽ നടക്കുന്ന ചില സംഭവ വികാസങ്ങൾ അത് മുഴുവൻ ഹോസ്പിറ്റലിനെയും
അറിയിക്കാനും എന്ത് സഹായിക്കുന്നുണ്ട്? ഈ പറയുന്ന ICT ഡിപ്പാർട്ട്മെന്റ് സഹായിക്കുന്നുണ്ട്. കാരണം ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, 24 മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ് നമ്മൾ പറഞ്ഞു അല്ലെ. ഒത്തിരിയേറെ ഡിപ്പാർട്ട്മെന്റുകൾ വർക്ക് ചെയ്യുന്ന ഒരു വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഹോസ്പിറ്റൽ. ഞാൻ പറയുന്ന വലിയ ഹോസ്പിറ്റലിന്റെ കാര്യമാണ് കേട്ടോ. അവിടെയൊക്കെ നടക്കുന്ന ചിലപ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന കാര്യങ്ങൾ മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ നമുക്ക് സഹായിക്കുന്നത് എന്താണ്? ഈ പറയുന്ന ICT സേവനങ്ങൾ. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? അപ്പൊ നമ്മള് 24 മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സും 12 സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്സും ആണ് കേട്ടോ നമ്മൾ പഠിച്ചത്. അപ്പൊ ഓരോന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് ഒരു ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അത് നമുക്ക് പറഞ്ഞാലോ? പറഞ്ഞിട്ട് നോട്ട് തന്നാൽ മതിയോ? അതുകൂടെ നമുക്ക് പറയാം കേട്ടോ. ഷോർട്ടാക്കി പറയാം ജോബി, ഷോർട്ടാക്കി പറയാം കേട്ടോ. ലാസ്റ്റ് ഒന്നും കൂടെ ഞാൻ കൺക്ലൂഡ് ചെയ്ത് പറയാം. ലാസ്റ്റ് വണ്ണാണോ പറയേണ്ടത്? ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്ന് പറയുമ്പോൾ ഇന്ന് ഹോസ്പിറ്റലിൽ കൂടുതൽ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് മെഡിക്കൽ റെക്കോർഡ്സ് ട്രാക്ക് ചെയ്യാനും അതുപോലെ ഈ പറയുന്ന ചികിത്സാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ടെക്നിക്കൽ സപ്പോർട്ടാണ് ഒരു ഹോസ്പിറ്റലിന് കൊടുക്കുന്നത്. സാങ്കേതികമായിട്ടുള്ള പിന്തുണ കൊടുക്കുന്നു ഹോസ്പിറ്റലിന് ആവശ്യമുള്ള സമയത്ത്. അതുപോലെ ഹോസ്പിറ്റൽ സംവിധാനങ്ങള് എന്താ പറയാ തകരാറിലാവുമ്പോൾ അവർക്ക് വേണ്ട പിന്തുണ നൽകുന്നു. ഒരു ഹോസ്പിറ്റലിന്റെ എല്ലാ സംവിധാനങ്ങളും അപ്ഡേറ്റ് ആയിട്ട് സൂക്ഷിക്കുന്നതിന് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. പിന്നെന്താണ്, രോഗികൾക്ക് ഓൺലൈൻ സേവനങ്ങൾ ലഭ്യമാക്കുന്നു. പിന്നെ ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടും സഹായിക്കും. ദാറ്റ്സ് ഓൾ. അത്രേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്തത്, അപ്പൊ നമ്മള് 12 സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്സ് ആണ് പറഞ്ഞത്. ഇനി നമ്മൾക്ക് ഒരു ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെന്റ് കൂടെ ഉണ്ട്, സോറി അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് കൂടെ ഉണ്ട്. അത് നമുക്ക് പറയാൻ സമയം ഉണ്ടാവുമോ എനിക്കറിയില്ല. നമുക്ക് അങ്ങനെ നോട്ട് എഴുതിയാലോ? അതുകൂടെ ഒന്ന് ഫുൾ ആക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകും അല്ലെ? അതല്ലേ നല്ലത്? ഓക്കെ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് പറഞ്ഞത് എനിക്ക് തോന്നുന്നു എന്തായിരുന്നു, ഹൗസ് കീപ്പിംഗ് അല്ല ഡയറ്ററി വരെ നമ്മൾ എഴുതി അല്ലെ? ഡയറ്ററി വരെയല്ലേ നമ്മൾ എഴുതിയത്? ഒന്ന് പറയാമോ? ഡയറ്ററി വരെയാണോ എഴുതിയത്? ഓക്കെ. മെഡിക്കൽ റെക്കോർഡ്സ് എഴുതിയിരുന്നോ? ഇല്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഭാഗങ്ങളാണ് എഴുതിയത് അല്ലെ? അപ്പൊ നമ്മള് ലാബ് എഴുതിയിട്ടുണ്ട്, റേഡിയോളജി എഴുതി, CSST എഴുതി, പിന്നെ ഫാർമസി എഴുതിയിട്ടില്ല. നമ്മൾ ഇന്നല്ലേ പറഞ്ഞത്. മെഡിക്കൽ റെക്കോർഡ്സ് എഴുതിയിട്ടില്ല, ഹൗസ് കീപ്പിംഗ് എഴുതി, ഡയറ്ററി എഴുതി അല്ലെ? ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റ്സ് അല്ലേ നമുക്ക് പറയാനുള്ളത്? എഴുതിക്കോളൂ കേട്ടോ. ഹോസ്പിറ്റൽ ഫാർമസി എഴുതിക്കോളൂ, ഫാർമസി അല്ല ഫിസിയോതെറാപ്പി എഴുതിക്കോളൂ. സോറി, മെഡിക്കൽ സോഷ്യൽ വർക്ക് എഴുതിക്കോളൂ കേട്ടോ. മെഡിക്കൽ സോഷ്യൽ വർക്ക് അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ട് പിന്നെ എന്റെ നോട്ട് എഴുതിയില്ലല്ലോ, അവിടെ നിന്നിട്ട് എഴുതിക്കോളൂ. മെഡിക്കൽ സോഷ്യൽ വർക്ക് കേട്ടോ. ഹൈഫൻ ഇട്ട് എഴുതണേ. അവിടെ തൊട്ട് എഴുതാം. ശ്രദ്ധിച്ച് എഴുതിയെടുക്കണം കേട്ടോ. ഞാൻ ഒത്തിരി ഒരു 3-4 പ്രാവശ്യം ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് എഴുതണം. പിന്നീട് ഇടയ്ക്ക് നമ്മള് ക്ലാസ്സിൽ എണീറ്റ് പോയിട്ട് പിന്നെ വന്ന് പറയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവും കേട്ടോ. ഒരു 3-4 പ്രാവശ്യം ഞാൻ പറയാറുണ്ട്, ശ്രദ്ധിച്ച് എഴുതാം കേട്ടോ. മെഡിക്കൽ സോഷ്യൽ വർക്ക് ഹൈഫൻ ഇട്ടോളൂ, ഹൈഫൻ ഇട്ടിട്ട് എഴുതിക്കോളൂ. മെഡിക്കൽ സോഷ്യൽ സർവീസസ്, മെഡിക്കൽ സോഷ്യൽ സർവീസസ്, മെഡിക്കൽ സോഷ്യൽ സർവീസസ്, ഹെൽപ്പ് ദ പേഷ്യൻസ്, ഹെൽപ്പ് ദ പേഷ്യൻസ്, പേഷ്യൻസിന് സഹായിക്കുന്നു കേട്ടോ. ഹെൽപ്പ് ദ പേഷ്യൻസ് ആൻഡ് their families, their families, their families cope with, COPE, കോപ്പ് നേരിടുക എന്നാണ് കേട്ടോ അർത്ഥം. കോപ്പ് എന്ന് വെച്ചാൽ നേരിടുക. കോപ്പ് വിത്ത്, COPE, കോപ്പ് വിത്ത് the emotional, EMOTIONAL, emotional and social challenges, social challenges, SOCIAL, social challenges, CHALLENGES, social challenges of illness, ILLNESS, illness and care, care, care. ഒന്നുകൂടെ വായിക്കാണ്. മെഡിക്കൽ സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞിട്ട് ഹൈഫൻ ഇടുക. മെഡിക്കൽ സോഷ്യൽ സർവീസസ് ഹെൽപ്പ് ദ പേഷ്യൻസ് ആൻഡ് their families cope with the emotional and social challenges of illness and care.
എന്നോട് പറയാം. മെഡിക്കൽ സോഷ്യൽ സർവീസസ് ഹെൽപ്പ് ദ പേഷ്യൻസ് ആൻഡ് ദെയർ ഫാമിലീസ് കോപ്പ് വിത്ത് ദ ഇമോഷണൽ ആൻഡ് സോഷ്യൽ ചാലഞ്ചസ് ഓഫ് ഇൽനെസ് ആൻഡ് കെയർ. കിട്ടിയോ? കറക്റ്റ് ആണ് കേട്ടോ. വൃന്ദ കറക്റ്റ് ആണ്. കോപ്പ് വിത്ത് ദ ഇമോഷണൽ ആൻഡ് സോഷ്യൽ ചാലഞ്ചസ് ഓഫ് ഇൽനെസ്. മനസ്സിലായോ? അതായത് മെഡിക്കൽ സോഷ്യൽ സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവര് രോഗികളെയും ആ രോഗികൾ ഉൾപ്പെടുന്ന കുടുംബത്തിനെയും പലതരത്തിലുള്ള വൈകാരികമായിട്ടുള്ള അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള വെല്ലുവിളികൾ നേരിടുന്നതിന് വേണ്ടി, കോപ്പ് എന്ന് വെച്ചാൽ നേരിടുക കേട്ടോ, നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സേവനമാണ് കൊടുക്കുന്നത്. ക്ലിയർ ആയല്ലോ? മെഡിക്കൽ സോഷ്യൽ സർവീസസ് ഹെൽപ്പ് ദ പേഷ്യൻസ് ആൻഡ് ദർ ഫാമിലീസ് കോപ്പ് വിത്ത് ദ ഇമോഷണൽ ആൻഡ് സോഷ്യൽ ചാലഞ്ചസ് ഓഫ് ഇൽനെസ് ആൻഡ് കെയർ. പരിചരണം കേട്ടോ, കെയർ. ക്ലിയർ ആണല്ലോ? കിട്ടിയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ ഇനി നമുക്ക് അടുത്തത് എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? മെഡിക്കൽ സോഷ്യൽ വർക്ക് എത്തി അല്ലെ? മെഡിക്കൽ സോഷ്യൽ വർക്ക് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പറഞ്ഞത് ഇന്നത്തെ അല്ലെ ഫിസിയോതെറാപ്പി അല്ലേ നമ്മൾ ഇന്ന് പറഞ്ഞത്? എഴുതിക്കോളൂ. ഫിസിയോതെറാപ്പി ഹൈഫനറ്റ് എഴുതുക. ഫിസിയോതെറാപ്പി. പ്രിവെൻഷൻ ഹൈഫനറ്റ് എഴുതിക്കോളൂ. പ്രിവെൻഷൻ പ്രതിരോധം കേട്ടോ. PREVENTION പ്രിവെൻഷൻ, ഡയഗ്നോസിസ് രോഗനിർണയം, DIAGNOSIS ഡയഗ്നോസിസ്, തെറാപ്യൂട്ടിക് മാനേജ്മെന്റ് THERAPEUTIC തെറാപ്യൂട്ടിക് മാനേജ്മെന്റ്, MANAGEMENT തെറാപ്യൂട്ടിക് മാനേജ്മെന്റ് ഓഫ് പെയിൻ PAIN വേദന, ഡിസോർഡേഴ്സ് DISORDERS ഡിസോർഡേഴ്സ്, movement 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 of muscles MUSCLES muscles, joints സന്ധികൾ കേട്ടോ, JOINTS joints എക്സെട്ര. ഈ TC എഴുതിയാൽ മതി കേട്ടോ, എക്സെട്ര. ഒന്നുകൂടെ വായിക്കാണ്. ഫിസിയോതെറാപ്പി, പ്രിവെൻഷൻ, ഡയഗ്നോസിസ് കറക്റ്റ് ആണ് കേട്ടോ. അശ്വതി സി ഒക്കെ കറക്റ്റ് ആണ് കേട്ടോ. പ്രിവെൻഷൻ, ഡയഗ്നോസിസ്, തെറാപ്യൂട്ടിക് മാനേജ്മെന്റ് ഓഫ് പെയിൻ, ഡിസോർഡേഴ്സ്, മൂവ്മെന്റ് ഓഫ് മസിൽസ്, ജോയിന്റ്സ് എക്സെട്ര. എന്താണ് ഫിസിയോതെറാപ്പി ചെയ്യുന്നത്? പ്രിവെൻഷൻ പ്രതിരോധം, അതുപോലെ രോഗനിർണയം, പിന്നെ തെറാപ്യൂട്ടിക് ആയിട്ടുള്ള മാനേജ്മെന്റ്. എന്തിന്റെ മാനേജ്മെന്റ് ആണ്? പെയിനിന്റെയും ഡിസോർഡേഴ്സിന്റെയും അല്ലെ? ഈ പറയുന്ന വേദന, മറ്റു പല അസാധാരണ അപാകതകള്, അതുപോലെ മൂവ്മെന്റ് ഓഫ് മസിൽസ് ആൻഡ് ജോയിന്റ്സ് അല്ലെ? ഈ പറയുന്ന പേശികളുടെയും സന്ധികളുടെയും ഒക്കെ മൊബിലിറ്റി, മൂവ്മെന്റിനെയൊക്കെ മാനേജ് ചെയ്യുന്ന, തെറാപ്യൂട്ടിക് രീതിയിൽ മാനേജ് ചെയ്യുന്ന ഒരു സേവനമാണ്. കിട്ടിയല്ലോ? പ്രിവെൻഷൻ, ഡയഗ്നോസിസ്, തെറാപ്യൂട്ടിക് മാനേജ്മെന്റ് ഓഫ് ദ പെയിൻ, ഡിസോർഡേഴ്സ്, മൂവ്മെന്റ് ഓഫ് മസിൽസ്, ജോയിന്റ്സ് എക്സെട്ര. എഴുതിയില്ലേ? ഓക്കെ. അപ്പൊ ഫിസിയോതെറാപ്പി എഴുതി കേട്ടോ. നെക്സ്റ്റ് വരുന്നത് നമ്മൾ പിന്നെ പറഞ്ഞത് ഏതായിരുന്നു? ഫാർമസി അല്ലെ? ഫാർമസി അല്ലേ? ഓക്കെ, എഴുതിക്കോളൂ കേട്ടോ. ഫാർമസി ഹൈഫൻ ഇട്ടോളൂ. എഴുതിക്കൊള്ളൂ കേട്ടോ ഫാർമസി എന്താന്നുള്ളത്. ഇറ്റ് ഗീവ്സ് medicines for inpatients and outpatients. It gives ഒന്നുകൂടെ പറയണ്ട കേട്ടോ ഫാർമസി എന്താന്നുള്ളത്. It gives medicines for inpatients and outpatient. അത്ര എഴുതിയാൽ മതി കേട്ടോ ഫാർമസി. അങ്ങനെ എഴുതിയാ പോലെ ഇത് കുറച്ചും കൂടെ ഭംഗിയായിട്ട് എഴുതണം.
പോലെ ഫാർമസി. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എന്തായിരുന്നു നമ്മള് ഫാർമസി കഴിഞ്ഞിട്ട് പറഞ്ഞത്? മെഡിക്കൽ മെയിൻ്റനൻസ്. അങ്ങനെ മതി അല്ലേ? IT, മെഡിക്കൽ, ഫിസിയോ. ഇതായിരുന്നു മെഡിക്കൽ മെയിൻ്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് അല്ലേ പിന്നെ നമ്മൾ പറഞ്ഞത്? മെഡിക്കൽ മെയിൻ്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് അല്ലല്ല, സോറി MRD അല്ലേ? ഓക്കെ, എഴുതിക്കോളൂ കേട്ടോ. മെഡിക്കൽ റെക്കോർഡ്സ്. ഒന്ന് വെയിറ്റ് ചെയ്യേ. മെഡിക്കൽ റെക്കോർഡ്സ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇല്ല, എഴുതിക്കോളൂ കേട്ടോ. മെഡിക്കൽ റെക്കോർഡ്സ് ഹൈഫനിട്ട് എഴുതിക്കോളൂ. സിസ്റ്റമാറ്റിക് ഡോക്യുമെന്റേഷൻ, systematic documentation, SYSTAMATIC, systematic documentation, 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 systematic documentation of a patient's PATIENT apostrophe S ആണ് ട്ടാ. A patient's medical history and current treatments, current treatments, current treatments and care given. ഒന്നുകൂടെ പറയാണ്. സിസ്റ്റമാറ്റിക് documentation of a patient's medical history and current treatments and care given. അതായത് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? വളരെ വ്യവസ്ഥാപിതമായിട്ട് അല്ലെ, ക്രമാനുഗതമായിട്ടുള്ള ഡോക്യുമെന്റേഷൻ, രേഖപ്പെടുത്തൽ അല്ലെ, രേഖപ്പെടുത്തലാണ്. ഇതിന്റെ രേഖപ്പെടുത്തലാണ് ഓഫ് എ പേഷ്യൻസ് മെഡിക്കൽ ഹിസ്റ്ററി അല്ലെ, ആ ഒരു പേഷ്യന്റിന്റെ മെഡിക്കൽ ഹിസ്റ്ററി, അതുപോലെ തന്നെ കറന്റ് ട്രീറ്റ്മെന്റ്, നിലവിൽ അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് എന്താണ്, ആൻഡ് കെയർ ഗിവൺ, അവർക്ക് കൊടുക്കുന്ന പരിചരണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുന്ന ഒരു എന്താണ് സിസ്റ്റമാറ്റിക് ഡോക്യുമെന്റേഷൻ. ദാറ്റ് ഈസ് കോൾഡ് എന്താണ്? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. കിട്ടിയില്ലേ? നെക്സ്റ്റ് മെഡിക്കൽ മെയിൻ്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. മെഡിക്കൽ മെയിൻ്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഹൈഫനിട്ട് എഴുതിക്കോളൂ. responsible for maintaining mechanical MECHANICAL, mechanical, comma electrical, ELECTRICAL, electrical and building services, or എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ സ്ലാഷ് ഇട്ടാലും മതി കേട്ടോ. or hospital infrastructure, അതായത് ഹോസ്പിറ്റലിന്റെ അടിസ്ഥാന സൗകര്യങ്ങള്, അതുപോലെ മെക്കാനിക്കൽ ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ആയിട്ടുള്ള ബിൽഡിംഗ് സർവീസസ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന, മെയിൻറ്റെയിൻ ചെയ്യുന്ന ഉത്തരവാദിത്തമുള്ള ഡിപ്പാർട്ട്മെന്റ്. ദാറ്റ് ഈസ് കോൾഡ് മെഡിക്കൽ മെയിൻ്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. ഒന്നുകൂടെ പറയാണ്, മെഡിക്കൽ മെയിൻ്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഹൈഫനിട്ട് എഴുതേണ്ടത് റെസ്പോൺസിബിൾ ഫോർ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ബിൽഡിംഗ് സർവീസസ്, ഓർ എന്ന് പറയുമ്പോൾ സ്ലാഷ് ഇട്ടാലും മതി, ഓർ എന്താണ് ഹോസ്പിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ, ഹോസ്പിറ്റലിന്റെ ഭൗതിക സാഹചര്യങ്ങൾ അഥവാ അടിസ്ഥാന സൗകര്യങ്ങൾ. കിട്ടിയില്ലേ? മെറ്റീരിയൽ മെയിൻ്റനൻസ്, മെഡിക്കൽ മെയിൻ്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. ഓക്കെ, ഇനി അടുത്തതാണ് മെറ്റീരിയൽ മാനേജ്മെന്റ് കേട്ടോ. അതായത് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് അഥവാ മെറ്റീരിയൽ മാനേജ്മെന്റ്. രണ്ടുപേരും നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. രണ്ട് പേരുകളും പഠിച്ചു വെക്കണം. ഒന്നെങ്കിൽ ചിലപ്പോൾ മെറ്റീരിയൽ മാനേജ്മെന്റ് എന്നാവും ചോദിക്കാം, അല്ലെങ്കിൽ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്നാവും ചോദിക്കാം. എഴുതിക്കോളൂ കേട്ടോ. എന്താണ്? responsible for ensuring ഉറപ്പാക്കുക, ensuring the hospital has a
steady supply, steady, STEADY, steady supply, SUPPLY, supply of materials and equipments needed for daily operations. OPERATIONS. ഓപ്പറേഷൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് സർജിക്കൽ ഓപ്പറേഷൻ അല്ല കേട്ടോ, ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ, ഫങ്ഷൻസ്, അതാണ് ഡെയിലി ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞത്. അതെ, സിയ കറക്റ്റ് ആണ് കേട്ടോ അവളെ. അതായത് റെസ്പോൺസിബിൾ ഫോർ എൻഷുറിംഗ് ദ ഹോസ്പിറ്റൽ ഹാസ് എ സ്റ്റഡി സപ്ലൈ ഓഫ് മെറ്റീരിയൽസ് ആൻഡ് എക്യുപ്മെന്റ്സ് നീഡഡ് ഫോർ ഡെയിലി ഓപ്പറേഷൻസ്. ഹോസ്പിറ്റലിലെ ഒരു ശരിയായ രീതിയിൽ മെറ്റീരിയൽസിന്റെ സപ്ലൈ ഉണ്ടോ എന്നും അതുപോലെ ഹോസ്പിറ്റലിന്റെ ഡെയിലി പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ് നൽകുന്നതിൽ ഉറപ്പുവരുത്തുന്ന ഡിപ്പാർട്ട്മെന്റ്, ഉത്തരവാദിത്തമുള്ള ഡിപ്പാർട്ട്മെന്റ്, ദാറ്റ് ഇസ് കോൾഡ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് അഥവാ മെറ്റീരിയൽ മാനേജ്മെന്റ്. സ്റ്റഡി സപ്ലൈ, അതെ ഐശ്വര്യ, സ്റ്റഡി സപ്ലൈ കറക്റ്റ് ആണ് കേട്ടോ, സ്പെല്ലിംഗ് കറക്റ്റ് ആണ്. ഇനി നമുക്ക് ഒരെണ്ണം കൂടിയല്ലേ ഉള്ളൂ, അതും കൂടെ എഴുതാം. എന്തായിരുന്നു അത്? ICT അല്ലെ, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. എഴുതിക്കോളൂ, ഹൈഫനറ്റ് എഴുതിക്കോളൂ. ഹെൽപ്പ് ടു ഇംപ്രൂവ്, IMPROVE, ഹെൽപ്പ് ടു ഇംപ്രൂവ് പേഷ്യന്റ് കെയർ, CARE, കെയർ എന്താണ് ശ്രീ? ഏതാണെന്നോ? ICT ആണ് കേട്ടോ, ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അതാണ് പറയുന്നത്. ഹൈഫൻ ഇട്ടിട്ട് ഹെൽപ്പ് ടു ഇംപ്രൂവ് പേഷ്യന്റ് കെയർ ആൻഡ് ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ്, OPERATIONS കേട്ടോ, ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ് by facilitating, FACILITATING, facilitating the flow of information. ഒന്നുകൂടെ പറയാണ്, IT ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഹൈഫനറ്റ് എഴുതാണ്. വൃന്ദ കറക്റ്റ് ആണ് കേട്ടോ, അതെ സിയ കറക്റ്റ് ആണ്. ഹെൽപ്പ് ടു ഇംപ്രൂവ് പേഷ്യന്റ് കെയർ ആൻഡ് ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ് ബൈ ഫെസിലിറ്റേറ്റിംഗ് ദ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ അല്ലെ. അതായത് നല്ല രീതിയിൽ വിവരങ്ങൾ ഫെസിലിറ്റേറ്റ് ചെയ്തുകൊണ്ട് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ പേഷ്യന്റിന്റെ പരിചരണവും ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഡിപ്പാർട്ട്മെന്റ്, ദാറ്റ് ഇസ് കോൾഡ് ICT. ഇപ്പൊ നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും എഴുതിയില്ലേ? പിന്നെ ഞാൻ നേരത്തെ ഫാർമസി പറഞ്ഞു തന്നില്ലേ, അത് ഇച്ചിരി ഭംഗി കുറവുണ്ട്, ഒന്നുകൂടെ ഒന്ന് എഴുതിക്കോട്ടെ. ഫാർമസി ഒന്ന് എഴുതിക്കോ, ഫാർമസി ഹൈഫൻ ഇട്ടിട്ട്. നേരത്തെ ഒരു സുഖമില്ല എഴുതിയത്, ഇങ്ങനെ എഴുതിക്കോ. ഹോസ്പിറ്റൽ ഫാർമസി ഹൈഫൻ ഇട്ടിട്ട് ഇങ്ങനെ എഴുതൂ. എ ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ ദ ഹോസ്പിറ്റൽ, ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്ന് തിരുത്തി എഴുതാണ്. എ ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ ദ ഹോസ്പിറ്റൽ, ഫാർമസി ആണ് കേട്ടോ പറയുന്നത്. ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ ദ ഹോസ്പിറ്റൽ വിച്ച് ഡിസ്പെൻസ് എന്താണ്? വിതരണം കേട്ടോ, DISPENSE, ഡിസ്പെൻസ് മെഡിക്കേഷൻസ്. എന്നോട് പറയാണ് ഹോസ്പിറ്റൽ ഫാർമസി എ ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ ദ ഹോസ്പിറ്റൽ വിച്ച് ഡിസ്പെൻസ് മെഡിക്കേഷൻസ്. അങ്ങനെ കുറച്ചും കൂടെ നന്നായിട്ടിരിക്കാം. ഇനി മേരി സ്റ്റെല്ല എന്നോട് ചോദിച്ചത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു മേരി സ്റ്റെല്ല ചോദിച്ചത്? മെഡിക്കൽ റെക്കോർഡാണോ മോള് ചോദിച്ചത്, അതോ മെഡിക്കൽ മെയിന്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണോ? ഏതൊരു ഡിപ്പാർട്ട്മെന്റ് ചോദിച്ചല്ലോ, 10th 1 അല്ലെ? ഓക്കെ, മെഡിക്കൽ മെയിന്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് അല്ലെ. അതായത് മെയിന്റനൻസ് ചെയ്യാന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ വീട്ടിൽ മെയിന്റനൻസ് പണി എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? ഇലക്ട്രിക്കൽ വർക്ക്, പ്ലംബിംഗ് വർക്ക് അല്ലെ, വാട്ടർ സപ്ലൈ, അങ്ങനെയുള്ള കാര്യങ്ങൾ. എന്നതുപോലെ തന്നെ നമ്മളുടെ ഹോസ്പിറ്റലിലുള്ള എല്ലാവിധ ഇത്തരത്തിലുള്ള വർക്കുകൾ, ഇലക്ട്രിക്കൽ വർക്കുകൾ, പ്ലംബിംഗ് വർക്കുകൾ, പിന്നെ നമ്മുടെ ലിഫ്റ്റ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റലിൽ. അതുപോലെ തന്നെ റൂമുകളിൽ TV സൗകര്യങ്ങളുണ്ട്, AC ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള വർക്കുകളുടെ ഒക്കെ മെയിന്റനൻസ്
നമുക്ക് വായിച്ചു പറയാം. ദിസ് ഡിപ്പാർട്ട്മെന്റ് എൻഷുവേഴ്സ് ദാറ്റ് ദ ഹോസ്പിറ്റൽ ഈസ് ഇൻ ഓപ്പറബിൾ കണ്ടീഷൻ. അതായത് ഹോസ്പിറ്റൽ ഒരു പ്രവർത്തനക്ഷമമാണോ എന്ന് ഉറപ്പുവരുത്തുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. അതായത് ഭൗതിക സാഹചര്യങ്ങൾ നല്ല രീതിയിലാണെന്ന് ഉറപ്പുവരുത്തുന്ന ഡിപ്പാർട്ട്മെന്റ്. ഇറ്റ് മേക്സ് ദ പ്ലാൻസ് ആൻഡ് പെർഫോംസ് വാരിയസ് പ്രോജക്ട്സ് ഫോർ ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന് വേണ്ടിയിട്ടുള്ള വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു, നടപ്പിലാക്കുന്നു. അത് വേണ്ട കേട്ടോ, സിമ്പിൾ അങ്ങനെ പറഞ്ഞു പോകുന്നു. ദിസ് ഡിപ്പാർട്ട്മെന്റ് മേക്ക് ഷുവർ ദാറ്റ് ഓൾ ദ ഇലക്ട്രിക്കൽ ഫെസിലിറ്റീസ് ആർ ഇൻ പെർഫെക്റ്റ് കണ്ടീഷൻ. ഹോസ്പിറ്റലിലുള്ള എല്ലാ ഇലക്ട്രിക്കൽ കണ്ടീഷൻസും പെർഫെക്റ്റ് ആണോ എന്നുള്ളത് അവർ ഉറപ്പുവരുത്തുന്നു. അതുപോലെ പെർഫോംസ് ദ റിപ്പയർ ആൻഡ് റീപ്ലേസ്മെന്റ് വർക്ക് ഫോർ എയർ കണ്ടീഷനിങ് യൂണിറ്റ്സ്, അല്ലെ AC വർക്കുകൾ, അല്ലെ AC-യുടെ അറ്റകുറ്റപ്പണികള്, അതിന്റെ റീപ്ലേസ്മെന്റ്, അങ്ങനെയുള്ള വർക്കുകൾ ചെയ്യുന്നു. അതുപോലെ പ്ലംബിംഗ് വർക്ക്, സ്റ്റീൽ വർക്ക്, ഇനിയുണ്ട് ഒത്തിരി വർക്കുകൾ കേട്ടോ. അതിപ്പോ ഒന്ന് രണ്ടെണ്ണം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതെല്ലാം തന്നെ കൈകാര്യം, ഇതെല്ലാം എന്താണ് ഹോസ്പിറ്റലിന്റെ ഭൗതിക സാഹചര്യങ്ങള് ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇലക്ട്രിക്കൽ ഫെസിലിറ്റി, പ്ലംബിംഗ് വർക്ക്, ഇതൊക്കെ അവയ്ക്ക് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്. ഇതോടുകൂടിയിട്ട് നമ്മള് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് അവസാനിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഞാൻ ഒന്നുകൂടെ കൺക്ലൂഡ് ചെയ്ത് പറയാണ്. നമ്മള് 12 സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്സും 24 മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സും ആണ് അതിനകത്ത് പറഞ്ഞത്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ് കഴിഞ്ഞു, 12 സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ഇന്നത്തെ ക്ലാസ്സിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ ഏതൊക്കെയാണ്? ലാബ് ഉണ്ട്, റേഡിയോളജി ഉണ്ട്, CSST, ഫാർമസി, MRD, ഹൗസ് കീപ്പിംഗ്, ഡയറ്ററി, IT ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് മെഡിക്കൽ സോഷ്യൽ വർക്ക്, ഫിസിയോതെറാപ്പി, മെഡിക്കൽ മെയിന്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്. എന്താണ് ശ്രുതി? 9th പോയിന്റ്. പറയാട്ടെ, ഇതിന്റെ കൂടെ ഞാൻ പറയാം. ലാബ് എന്താണെന്ന് മനസ്സിലായി, ഇതെല്ലാം സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഏത് രീതിയിലാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. ലാബ് എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ലാബ് ടെസ്റ്റുകളിലൂടെ രോഗനിർണയം നടത്താനായിട്ട് ഹോസ്പിറ്റലിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇനി റേഡിയോളജി എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? റേഡിയേഷൻ ഇമേജസിലൂടെ രോഗനിർണയം നടത്താനായിട്ട് ഹോസ്പിറ്റലിനെ സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ അതിനകത്ത് കുറച്ച് എക്യുപ്മെന്റ്സ് ഒക്കെ നമ്മൾ പരിചയപ്പെട്ടിരുന്നു. CSST എന്താണ്? ഒരു ഹോസ്പിറ്റലിന്റെ അന്തരീക്ഷം അണുവിമുക്തമാക്കി സൂക്ഷിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു, അല്ലെങ്കിൽ ആ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് CSST. ഹൗസ് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റൽ മൊത്തത്തിൽ ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് ഇരിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. പറയാട്ടോ, ഹൗസ് കീപ്പിംഗ്. പിന്നെ ഡയറ്ററി, ഭക്ഷണ സേവനങ്ങൾ നൽകുന്നതിലൂടെ സപ്പോർട്ട് ചെയ്യുന്നു. മെഡിക്കൽ സോഷ്യൽ വർക്ക് ആണെങ്കിൽ ഇതുപോലെ സോഷ്യൽ എന്താ പറയാ ആക്ടിവിറ്റീസ്, അതിങ്ങൾക്ക് വൈകാരികമായിട്ടുള്ള ഒരു പിന്തുണ നൽകുന്നതിലൂടെ സപ്പോർട്ട് ചെയ്യുന്നു. ഫിസിയോതെറാപ്പി ആണെങ്കിൽ റീഹാബിലിറ്റേഷനിലൂടെ പിന്തുണ കൊടുക്കുന്നു. ഫാർമസി ആണെങ്കിൽ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു? മെഡിസിൻസ് കൊടുത്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നു. MRD ആണെങ്കിൽ ഈ പേഷ്യൻസിന്റെ റെക്കോർഡ്സ് സൂക്ഷിച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ മെഡിക്കൽ മെയിന്റനൻസ് നമ്മൾ പറഞ്ഞു. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ മെറ്റീരിയൽസും വാങ്ങുന്നതിൽ ഉത്തരവാദിത്തമുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ഹോസ്പിറ്റലിൽ ഒത്തിരി മെറ്റീരിയൽസ് ആവശ്യമുണ്ട്, ഒരുപാട് എക്യുപ്മെന്റ്സ് ആവശ്യമുണ്ട്. അപ്പൊ അതൊക്കെ വാങ്ങുന്നതിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് അഥവാ മെറ്റീരിയൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ ICT പറഞ്ഞു കേട്ടോ. അപ്പോ ഞാൻ ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്യാണ്. നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ചോദിച്ചോളൂ, എന്തൊക്കെയുണ്ട് ഡൗട്ട്സ്, എന്തൊക്കെയാ പറഞ്ഞോളൂ, ചോദിച്ചോളൂ. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, ചോദിച്ചോളൂ. 9th പോയിന്റ് ആരാണ് പറഞ്ഞത് എന്നോട്? 9th പോയിന്റ് ഒന്നുകൂടെ പറയാനായിട്ട്. 9th മെഡിക്കൽ റെക്കോർഡ് അല്ലേ? ആരാണ് 9th പോയിന്റ്? ആരോ മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു. മോളെ, മെഡിക്കൽ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ പറഞ്ഞ രോഗികളുടെ മെഡിക്കൽ ഹിസ്റ്ററി രേഖപ്പെടുത്തുന്ന റെക്കോർഡ്സ് ആണ് കേട്ടോ, മെഡിക്കൽ റെക്കോർഡ്സ്. അപ്പൊ ഇത്തരം മെഡിക്കൽ റെക്കോർഡ്സുകളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നതും പരിപാലിക്കുന്നതും ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അങ്ങനെ പരിപാലിക്കുന്നതിലൂടെ നമുക്ക് മെഡിക്കൽ സ്ഥിതി വിവര കണക്കുകൾ ഉപയോഗിക്കുന്നതിൽ നമുക്ക് ഈ പറയുന്ന മെഡിക്കൽ റെക്കോർഡ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ട് നമുക്ക് മെഡിക്കൽ റെക്കോർഡ്സ് ഉപയോഗിക്കുകയും ചെയ്യാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ ഉള്ളിൽ നിന്നൊന്നും ചോദിക്കാനില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഓരോ ഡിപ്പാർട്ട്മെന്റ് എങ്ങനെയാണ് സെർവ് ചെയ്യുന്നത്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെറിയ സെന്റൻസ് ആക്കിയിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മിസ്, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് വേറെ പേരായിട്ടല്ലേ മെറ്റീരിയൽ മാനേജ്മെന്റ് പറയണം? അതെ അതെ അതെ, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്നും പറയും, മെറ്റീരിയൽ മാനേജ്മെന്റ് എന്നും പറയും കേട്ടോ. ഈ മെറ്റീരിയൽ മാനേജ്മെന്റ് ഒരു വലിയ ചാപ്റ്റർ ആയിട്ട് നിങ്ങൾക്ക് 3rd-ലോ 4th-ലോ ഏതോ മൊഡ്യൂളിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അതുപോലെ CSST പഠിക്കാനുണ്ട്.
അങ്ങനെ. ഇനി നമ്മൾ നെക്സ്റ്റ് ക്ലാസ് മൺഡേയിലാണ് കാണാം. നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റും കൂടെ പറയാനുണ്ട്. അത് അന്നത്തെ ക്ലാസ്സിൽ നമ്മൾക്ക് എടുക്കാം. അതോടുകൂടി ഇത്രയും വലിയൊരു ചാപ്റ്റർ നമ്മുടെ തീരും. എന്നിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് ചാപ്റ്റർ ICU ആയിരിക്കും കേട്ടോ. ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആണ്. 11ാമത്തെ ചാപ്റ്റർ ആണ്. നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. പ്രിന്റ് എടുത്ത് കയ്യിൽ സൂക്ഷിക്കണേ. നമ്മൾ അന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് ICU സ്റ്റാർട്ട് ചെയ്യും. 11ാമത്തെ ചാപ്റ്റർ. ഓക്കെ ആണല്ലോ. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഇന്നത്തെ ക്ലാസ്സിലുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നമ്മൾ 24 മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സും 12 സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്സും നമ്മൾ പഠിച്ചു കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഒരു 3 ഡിപ്പാർട്ട്മെന്റ്സും കൂടെ പഠിക്കാനുള്ളൂ. അത് കഴിഞ്ഞ് ഈ ചാപ്റ്റർ കഴിയും കേട്ടോ നമ്മുടെ. ഓക്കെ ആണല്ലോ. ഹലോ മിസ്സേ, ഈ മൊഡ്യൂള് 2ലാണോ 11ാമത്തെ ചാപ്റ്റർ? അല്ലല്ല, മൊഡ്യൂൾ 1ലാണ് കേട്ടോ. മൊഡ്യൂൾ 1 ഇന്റൻസീവ് കെയർ യൂണിറ്റ് മൊഡ്യൂൾ 1 പേപ്പർ 1 എന്ന് പറയും കേട്ടോ. അതിലെ ചാപ്റ്ററുകൾ കംപ്ലീറ്റ് ചെയ്തിട്ട് മൊഡ്യൂൾ 2 പോവാൻ പാടുള്ളത് നമുക്ക് നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്. അത് പ്രകാരമാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് നന്നായിട്ട് ഇരിക്കൂ. 2 ദിവസത്തെ സമയത്ത് നിങ്ങളുടെ പണികളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സമയം പഠിക്കാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ. നീ മറന്നു പോവും. നമുക്ക് മൺഡേ കാണാം. ഓക്കെ, താങ്ക് യു. 11ാമത്തെ ചാപ്റ്റർ ഡിസ്ചാർജ് പ്രോസസ് ആണോ? you. എന്താ സംഭവം?